ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി കർത്താവിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 99ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 മെയ് മാസം 5-ാം തീയതി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 98 ദിവസങ്ങളായി ചിന്തിച്ച പഠനത്തോടുള്ള ബന്ധത്തിലുള്ള തുടർച്ചയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നാം തുറന്ന് ചിന്തിക്കുന്നത്. ഒടുക്കത്തെ നാളിൽ നടക്കുന്ന മനുഷ്യരുടെ അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏകദേശ പൂർത്തീകരണം ഉണ്ടായിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിന് ശേഷമായി മരിച്ചവരുടെ പുനരുത്ഥാനങ്ങളെക്കുറിച്ചും മരിച്ചവരുടെ മരണാന്തകളെക്കുറിച്ചുമുള്ള ക്ലാസ് എടുക്കണമെന്ന് കർത്താൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ അതിനോട് ബന്ധത്തിൽ പഠിപ്പിക്കാൻ കർത്താൻ ശരണപ്പെടുന്നു. എങ്കിലും വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെ ആധികാരികമായി ചിന്തിക്കേണ്ടതും ആരെങ്കിലും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ പഠനത്തിന് താല്പര്യത്തിനുമായിട്ടാണ് കാര്യങ്ങളെ വളരെ മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നാളത്തെ ഒരു ക്ലാസ്സോടുകൂടി വെളിപ്പാട് പുസ്തക പഠനം പൂർത്തീകരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നു 100ാമത്തെ ക്ലാസ്സിൽ. എന്നാൽ അത് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ വരുന്ന ആഴ്ച കൂടി ക്ലാസ് നടത്തി നമ്മൾ എങ്ങനെ പഠനം തുടങ്ങിയോ അതുപോലെ തന്നെ അത് പൂർത്തീകരിക്കാനും കർത്താൻ താല്പര്യപ്പെടുന്നു. തിരക്ക് പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോയി എല്ലാം കൂടെ കുഴച്ച് കളയാതെ നമ്മൾ എങ്ങനെ പഠിച്ചു വന്നുവോ അതുപോലെ തന്നെ തുടർന്നും പഠനം നടത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വേഗത്തിൽ കടന്നു പോകാതെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിലെ തുടർ പഠനങ്ങളിൽ ഇന്നലെകളിൽ പഠിപ്പിച്ച വിഷയങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തുകൊണ്ട് തുടർന്നുള്ള പഠനത്തിലേക്ക് കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ ഒടുക്കത്തെ നാളിൽ നടക്കുന്ന സുപ്രധാനമായ 7 സംഭവങ്ങളോട് ബന്ധത്തിലെ 4ാമത്തെ സംഭവമാണ് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവും മരിച്ചവരുടെ അന്ത്യ ന്യായവിധിയും. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവും അന്ത്യന്യായവിധിയും എന്ന് പറയുന്നതിനേക്കാൾ അതിന് വളരെ വ്യക്തമായി നമ്മൾ പറയുമ്പോൾ മരിച്ചവരുടെ അന്ത്യന്യായവിധി എന്നാണ് അത് പറയേണ്ടത്. കാരണം അന്ന് മരിച്ചുപോയവരുടെ കല്ലറകൾ മുഴുവൻ തുറക്കപ്പെടുന്ന ദിവസമാണ് മനുഷ്യവംശത്തോടുള്ള ബന്ധത്തിലെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഒരു കല്ലറ പോലും തുറക്കപ്പെടത്തുമില്ല. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ഒരു കല്ലറ പോലും തുറക്കപ്പെടുന്നില്ല. അന്ന് ജീവനോടിരിക്കുന്ന ലോകത്തെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്. അതിനെയാണ് ദൈവം ലോകത്തെ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ദൈവം നീതിയോടെ ലോകത്തെ ന്യായം വിധിപ്പോൾ ഒരു ദിവസത്തെ നിശ്ചയിച്ചും ഇരിക്കുന്നുവെന്ന് പൗരസപ്പോസൻ പറഞ്ഞിരിക്കുന്നത് ഈ ന്യായവിധി അന്ത്യന്യായവിധിയാണ്. അത് അന്ന് ജീവനോടിരിക്കുന്നവരുടെ അന്ത്യന്യായവിധിയാണ്. ഇത് സംബന്ധമായിട്ട് ഫൈനൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യന്യായവിധി എന്നൊരു പുസ്തകം ഇതിനു മുമ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലും അത് എഴുതപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള ആർക്കെങ്കിലും അത് താല്പര്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം, പഠിക്കാം. അത് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തും. അതല്ലെങ്കിൽ ഇത് അനുവദിച്ചാൽ നമ്മൾ മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ക്ലാസ് എടുക്കുമ്പോൾ മരണാനന്തരങ്ങളെക്കുറിച്ചും പുനരുത്ഥാനങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അത് വിശ്വാസ സമൂഹത്തിനിടയിൽ ഒരുപാട് സംശയങ്ങളുള്ള വിഷയമായതുകൊണ്ടാണ് അതുകൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു താല്പര്യം എളിയവനുള്ളത്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ തുടർന്ന് വായിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ ആവർത്തനം ചെയ്ത് തുടർന്നുള്ള ഭാഗത്തേക്ക് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൻ്റെ 20-ാം അധ്യായം 12-13 വാക്യങ്ങൾ. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി.
ഇത് മരിച്ചവരുള്ള ബന്ധത്തിലുള്ള അന്ത്യ ന്യായവിധിയാണ്. കാരണം ആബാലവൃന്ദം സിംഹാസനം മരിച്ചവർ എന്ന് ഹെഡിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ യോനാൻ ആത്മവിവശതയിൽ മരിച്ചവരുടെ അന്ത്യന്യായവിധിയോ മരിച്ചവരുടെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ കാണുമ്പോൾ അവിടെ വലിയൊരു സമൂഹത്തെ കാണുകയാണ്. ആബാലവൃന്ദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ശൈശവപ്രായത്തിൽ മരിച്ചുപോയവർ മുതൽ എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ ആരംഭം മുതൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ആത്മാക്കളെ ലോകാരംഭം മുതൽ കർത്താവിൻ്റെ ക്രൂശ് മരണം വരെയുള്ള സമയത്ത് പാർപ്പിച്ചിരുന്നത് മീതെയുള്ള പാതാളത്തിലായിരുന്നു. അവിടുന്ന് കർത്താവിൻ്റെ മരണമുഖാന്തരമായി ദൈവം ഇവരെ സന്ദർശിക്കുകയും മീതെയുള്ള പാതാളത്തിലുള്ളവരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉയരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിൽ നിത്യജീവന് യോഗ്യതയുള്ളവരെ സമുദ്രമെന്ന മരണാനന്തര നിരയിലേക്കാണ് പ്രവേശിപ്പിച്ചത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള നിരവധി വചന തെളിവുകൾ ഉണ്ട്. കാരണം സമുദ്രത്തിലും മരണാനന്തര നിരയുണ്ടോ, മനുഷ്യൻ മരിച്ചാൽ അവിടെ ആത്മാക്കളെ വയ്ക്കുന്ന സ്ഥലം സമുദ്രത്തിലുണ്ടോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും പലർക്കുമുണ്ട്. അത് പലരും പറയുന്നത് സമുദ്രത്തിൽ വീണ് മരിച്ചുപോയവരാണ് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന ആണ് പൊതുവെയുള്ള ഒരു ചിന്താഗതിയുള്ളത്. എന്നാൽ പലരും വിസ്മരിച്ച് കളയുന്നൊരു വിഷയം, ഈ ഒടുക്കത്തെ നാളിലെ അന്ത്യന്യായവിധിയിൽ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടാനുള്ളവർ മാത്രമല്ല, നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ളവർ കൂടി ഉണ്ട് എന്നുള്ള കാര്യം പലരും വിസ്മരിച്ച് കളയുന്നു. അതിനെല്ലാം കാരണം ഈ കർത്താവിൻ്റെ വരവിന് മുമ്പായി കർത്താവിൻ്റെ മധ്യാകാശ വരവിന് മുമ്പേ അല്ലെ അതിനോട് അനുബന്ധമായി രണ്ടാമത്തെ വരവിന് മുമ്പായി എല്ലാ വിശുദ്ധന്മാരും രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളൊരു ചിന്താഗതി കിടക്കുന്നതുകൊണ്ടാണ്. അതിനപ്പുറമായിട്ടൊന്നും ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ അങ്ങനെയല്ല ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം. അപ്പോൾ ആബാലവൃന്ദം സകല മനുഷ്യരും നിൽക്കുമ്പോൾ അതിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരുടെ പേരുകൾ അനുസരിച്ചാണ് അവരെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇവിടെ പുസ്തകങ്ങൾ തുറന്നെന്ന് പറയുമ്പോൾ അന്ന് തുറക്കപ്പെടുന്നത് ഈ ഇവിടുത്തെ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 പുസ്തകങ്ങളാണ്. അതിൽ ഒരു പുസ്തകം നിത്യജീവന യോഗ്യതയുള്ളവരെ കുറിച്ചാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ മറ്റ് 2 പുസ്തകങ്ങൾ നിത്യജീവന യോഗ്യതയില്ലാതെ നരകാഗ്നിയിലേക്ക് തള്ളിപ്പെടാനുള്ളവരാണെന്നുള്ളതിൻ്റെ വ്യക്തത നമുക്കവിടെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അപ്പോൾ പുസ്തകങ്ങൾ എന്ന് ബഹുവനത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 പുസ്തകങ്ങളാണ്. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സമുദ്രത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ തക്കതായ ന്യായവിധി ഉള്ള വിധി ഉണ്ടായി എന്നാണ് പറഞ്ഞപ്പോൾ അന്ന് ഒടുക്കത്തെ നാളിൽ തുറക്കപ്പെടുന്ന 3 പുസ്തകങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ദൈവം വെച്ച നമ്മുടെ പ്രൈലന്റ് ഫാമിലി കോൺഫറൻസിൽ ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജീവപുസ്തകത്തെക്കുറിച്ച് മാത്രമാണ് പലർക്കും അറിവുള്ളത്. അതല്ലാതെ ദൈവം മനുഷ്യനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളുണ്ട്. അതിൽ 3 പുസ്തകങ്ങളെ ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാണ് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു പുസ്തകം, ജീവപുസ്തകം എന്നുള്ളത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം അതിന് കാരണം മരണവും പാതാളവും തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഓരോരുത്തരും അവൻ്റെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്ക തള്ളിയിടും. അപ്പോൾ ഒടുക്കത്തെ നാളിൽ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും അന്ന് പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും തേജസ് ലഭിക്കുമല്ലോ, പുതിയ ആകാശ പുതിയ ഭൂമി വാഴുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ മാത്രമേ പലർക്കുമുള്ളൂ. എന്നാൽ മനുഷ്യർക്ക് ലഭിക്കുന്ന തേജസ്സിൻ്റെ നിരകളെക്കുറിച്ചും
ഒരു മനുഷ്യന് നേടാവുന്ന തേജസ്സിന് നിത്യഗണങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തക പഠനം ശരിയായ രീതി നടത്താമെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള തേജസ്സിൻ്റെ നിരകളെക്കുറിച്ചും എഴുതപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നമുക്ക് ലഭിക്കും. ഇവിടെ വ്യക്തമായി പറഞ്ഞു പോകുമ്പോൾ നിത്യജീവനെക്കുറിച്ചുള്ള കാര്യം കർത്താവ് ഒടുക്കത്തെ നാളിനുള്ള ബന്ധത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തെ വളരെ വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ അകത്ത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ശേഷിപ്പിൽ അഥവാ ഉണ്ടായിരിക്കും ലോക അവസാനം വരെ, കർത്താവ് രണ്ടാമത്തെ വരവ് വരെ മാത്രം അല്ല നിത്യജീവൻ യോഗ്യതയായിട്ടുള്ളവർ. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിലും ഒടുക്കത്തെ നാളിലുണ്ട്. അപ്പോൾ ലോകാരംഭം മുതൽ നിത്യജീവൻ യോഗ്യതയുള്ളവരുണ്ട്. പുതിയ സഭയുടെ കാലഘട്ടത്തിൽ നിത്യജീവൻ യോഗ്യതയായിട്ടുള്ളവരുണ്ട്. 1000 ആണ്ട് വാഴ്ചയിലും നിത്യജീവൻ യോഗ്യതയായിട്ടുള്ളവരുണ്ട്. കർത്താവ് സഭ സ്ഥാപിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ പറഞ്ഞു, എൻ്റെ മാംസം കഴിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ടാകും, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അത് സഭയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദനുള്ള ബന്ധത്തിലല്ല. 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിലുമല്ല പറഞ്ഞിരിക്കുന്നത്, സഭയുള്ള ബന്ധം. അപ്പോൾ കർത്താവിൻ്റെ രക്തം ചിന്തി ദൈവസഭ സ്ഥാപിതമായത് മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയാണ് സഭയുടെ കാലഘട്ടമായി അറിയപ്പെടുന്നത്. അപ്പോൾ സഭയുടെ ശേഷിയുള്ളവർ, നിത്യയോഗ്യതയുള്ളവരുണ്ട്. ഇവരാരും തന്നെ നിത്യജീവനെ ഇപ്പം കർത്താവിൻ്റെ മേശയും കർത്തൃമേശ അനുഭവിക്കുന്നവരുടെ ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ കഴിക്കുന്നതുകൊണ്ടും കുടിക്കുന്നത് കൊണ്ടും സ്വർഗരായത്തിൽ പേര് ധരിക്കുന്ന ആദ്യജാതന്മാരുടെ കൂട്ടത്തിൽ പെടത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം എഴുതുന്ന പുസ്തകം എന്നുള്ള വിഷയത്തോട് ബന്ധത്തിൽ എവിടെയൊക്കെ ആരൊക്കെ പേരുണ്ട് എന്നുള്ളത് മർമ്മമായ ചില കാര്യങ്ങളെയാണ് ഞാനൊന്ന് ഒരു സൂചനയായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ദൈവം വെച്ചാൽ നമുക്ക് ദീർഘമായി നമുക്ക് സവിസ്തരമായി ചിന്തിക്കാനുള്ള സമയം ദൈവം വെച്ചാൽ തരട്ടെ. എങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് എവിടെയൊക്കെ ആരുടെയൊക്കെ പേരുകൾ എഴുതപ്പെടുന്നു അതിനുള്ള വചന തെളിവ് എന്താണ്. ദൈവം എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. മറ്റാരെയും ഏൽപ്പിച്ചു, പ്രവാചകന്മാരെ ഏൽപ്പിച്ചില്ല, ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. ഈ മനുഷ്യ സംബന്ധമായ ഒരു ഭാവിയെ നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുന്നത് ദൈവമാണ്. അവനാണ് സകല മനുഷ്യനെയും ഹൃദയങ്ങളെ ശോധന ചെയ്തിട്ട് ഓരോരുത്തനും ഏത് നിരയിലാകണം, എന്തായിരിക്കണം അവന് ലഭിക്കുന്ന സ്ഥാനം, അല്ലെങ്കിൽ നിത്യതയിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടത, നിത്യതയുടെ നഷ്ടം എന്താണ്, ദൈവമാണ്. ലാഭം എന്താണ്, നഷ്ടമെന്താണ് മനുഷ്യജീവിതത്തിൻ്റെ എന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്നത് ഇവിടുത്തെ മനുഷ്യരോ ദൂതന്മാരോ അധികാരികളോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടമോ ലാഭത്തെയോ അല്ലെങ്കിൽ എത്രമാത്രം അവൻ നേടി എത്രമാത്രം നഷ്ടപ്പെടുത്തി എന്നതിൻ്റെ രേഖകൾ എഴുതി സൂക്ഷിക്കുന്നത് ദൈവമായ കർത്താവാകുന്നു, യേശു ക്രിസ്തുവാകുന്നു. അവനാണ് ഇത് എഴുതാൻ കഴിയത്തുള്ളൂ. വേറെ ആർക്കും ഇത് എഴുതാൻ കഴിയത്തില്ല. ആർക്കും എഴുതാൻ കഴിയും? ഓരോ മനുഷ്യൻ ജനിക്കുന്നു, മനുഷ്യൻ മരിക്കുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനും അത് രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിയുന്നതാണ്. ഇത്രയും മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ അത് മുഴുവൻ അപഗ്രഥിച്ചിട്ട് ആരാണ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അത് രേഖപ്പെടുത്തി വയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. മനുഷ്യൻ്റെ ഒരു കഴിവിന് പരിധിയുണ്ട്. ഒരു ഡോക്ടർക്ക് എത്ര എക്സ്റേ ഫിലിം പരിശോധിക്കാൻ കഴിയും? ഒരു ഡോക്ടർക്ക് എത്ര MRI റിപ്പോർട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വായിക്കാൻ കഴിയും? മനുഷ്യനതൊക്കെ പരിമിതിയുണ്ട്. ഇനി എത്ര സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാലും ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ അതിസങ്കീർണമായിരിക്കുന്ന പ്രവൃത്തി ദൈവം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന 3 പുസ്തകങ്ങളുണ്ട് എന്നുള്ളത്, പുസ്തകങ്ങൾ തുറന്നു എന്നുള്ളതും ജീവന്റെ പുസ്തകം തുറന്നു എന്നുള്ളതിനുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത് ഒടുക്കത്തെ നാളിലാണ്. ഇത് എഴുതുന്നത് കർത്താവിന്, ഈ പുസ്തകം എഴുതുന്നത് എന്നുമുണ്ടല്ല എന്നാണെന്നുള്ളതിന് ഞാനൊരു ഹിന്റ് തരാം. അങ്ങനെയാണെങ്കിൽ നരകമേൽപ്പിച്ചു കൊടുക്കുന്ന കഠിനഭാവികളായിട്ടുള്ളവരുടെ പേര് എഴുതി തുടങ്ങുന്നു. അതുപോലെ പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന പാപികളായിട്ടുള്ളവരുടെ പേരുകൾ എന്നു മുതലാണ് എഴുതി തുടങ്ങുന്നെന്നുള്ളത് ഒരു ഹോംവർക്കായിട്ട് ഞാനത് നിങ്ങൾക്കെല്ലാവരും തരുന്നു. നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം.
അത് യൂട്യൂബിൽ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയിക്കാം. ഇപ്പം ജീവോത്സവം എഴുതുന്നത് നമുക്കറിയാം, ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെയാണ് ജീവപുസ്തകത്തിൽ പേരുകൾ കുറിക്കപ്പെടുന്നത്. എന്ന് മുതലാണ് ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെ. ലോകസ്ഥാപനത്തിൽ എഴുതി തുടങ്ങി ഒടുക്കത്തെ നാളിൽ മഹത്വ സിംഹാസനം മുമ്പാകെ തുറക്കപ്പെടുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ജീവപുസ്തകത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ലോകസ്ഥാപനത്തിൽ എഴുതി തുടങ്ങി ഒടുക്കത്തെ നാളിൽ വെള്ള സിംഹാസനം, ഞാൻ മഹത്സിംഹാസനം പറഞ്ഞ് തെറ്റിപ്പോയി, വെള്ള സിംഹാസനത്തിന് മുമ്പാകെ തുറക്കപ്പെടുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ഇപ്പം ജീവപുസ്തകം എന്ത് ആണെന്ന് ചെയ്യാൻ ആരംഭം വേണം, അവസാനം വേണം. ആരാ എഴുതുന്നത്? സാക്ഷാൽ വചനമാകുന്ന ദൈവമാണ് എഴുതുന്നത്. എന്നാൽ എഴുതി തുടങ്ങിയത് ലോകസ്ഥാപനം മുതൽ, ലോകസ്ഥാപനത്തിന് മുമ്പല്ല. കാരണം ഈ പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നവരെ എല്ലാം പേരുകളൊന്നും നേരത്തെ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം കണ്ടിരുന്നില്ല. അത് 30 മേനിയുള്ള ബന്ധത്തിൽ, ശിശുക്കളുള്ള ബന്ധത്തിലുള്ളവരാണ്. ഇവർക്ക് ലഭിക്കുന്നത് ഭൗമിക തേജസ്സാകുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് തെളിവെന്താണ് എന്നുള്ളത് ചോദിക്കണമെന്ന് ആഗ്രഹം പലർക്കും തോന്നും. അങ്ങനെ പഠിപ്പിക്കാമോ? ഈ ഈ പുസ്തകത്തിൽ പേരുള്ള അവരുടെ തേജസ് അത് സ്വർഗീയ തേജസ്സല്ല, ഭൗമിക തേജസ്സാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ അതിന്? അവർക്ക് തേജസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന തേജസ് ദൈവ തേജസ്സല്ലേ? അപ്പോൾ അതിനെ സ്വർഗീയ തേജസ് അല്ല എന്നെങ്ങനെ പറയുന്നു അല്ലെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, പുനരുത്ഥാനങ്ങളെക്കുറിച്ച് വളരെ വളരെ ശക്തമായ രീതിയിൽ വെളിപ്പെടുത്തി, വളരെ നന്നായ രീതിയിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അത് പുനരുത്ഥാനങ്ങളുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും കർത്താവിൻ്റെ ഒടുക്കത്തെ നാളിലുള്ള ബന്ധത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് അതിൽ വളരെയധികം പ്രാധാന്യത കൊടുത്താണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ പുനരുത്ഥാനങ്ങളോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ, തേജസ്സിനോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ 40-ാമത്തെ വാക്യമാണ് ഈ പറഞ്ഞ കാര്യത്തിന് നമ്മൾ ആധികാരികമായ രേഖയായിട്ട് എടുക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്: സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരം കൊണ്ട് തേജസ് വേറെ, ഭൗമ ശരീരം കൊണ്ട് തേജസ് വേറെ. അപ്പോൾ സ്വർഗീയ ശരീരം കൊണ്ട് തേജസ്സുണ്ട്, ഭൗമ ശരീരം കൊണ്ട് തേജസ്സുണ്ട്. പിന്നെ സ്വർഗീയ ശരീരങ്ങളെക്കുറിച്ചാണ് പിന്നീട് 41-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: സൂര്യൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ്, നക്ഷത്രവും തമ്മിൽ തേജസ്സിൻ്റെ ഭേദം. അപ്പം അങ്ങനെ 4 കൂട്ടം തേജസ്സിൻ്റെ ഗണത്തിൽപ്പെടുന്നവർ സ്വർഗീയ തേജസ്സിൽ പ്രാപിക്കാനുള്ളവർ ഉള്ളപ്പോൾ, ഭൗമിക തേജസ് പ്രാപിക്കാനുള്ളത് ഒരൊറ്റ ഗണത്തിൽപ്പെടുന്നവരേ ഉള്ളൂ. അത് നിത്യജീവന യോഗ്യതയുള്ളവരാണ്. അപ്പോൾ അവരുടെ തേജസ് പൊതുവാന ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ തേജസ്സാണ് അവർക്ക് ലഭിക്കുന്നത്. അത് സ്വർഗീയ തേജസ് അല്ല. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ കഴിയാത്തത്. അതുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ട ജീവസ് പേരുള്ള എല്ലാവരും സ്വർഗാസ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ മധ്യാകാശം വരെ എടുക്കപ്പെടുമെന്ന് പഠിപ്പിച്ചാൽ അത് ഈ വചനപ്രകാരം ആകത്തില്ല എന്നുള്ളത് തെളിവ് സഹിതം വെളിപ്പെടുത്തുകയാണ്. കാരണം ആ ജീവവസ്തുവിൽ പേരുള്ളവർക്ക് ലഭിക്കുന്ന തേജസ് ഭൗമിക ശരീരങ്ങളുടെ തേജസ്സാണ്. അവർക്ക് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഇല്ലാത്തതുകൊണ്ട് സ്വർഗീയാസ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഭൗമ ശരീരങ്ങൾ, അപ്പോൾ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരാണ് പുനരുത്ഥാനമാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് മുമ്പായി നിറവേറപ്പെടുന്നത്. അവരെല്ലാം സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവർ ആയിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് അതാണ് 1000 വിശുദ്ധന്മാരോട് വന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും നിത്യജീവന യോഗ്യത പ്രാപിച്ച ലോകാരംഭം മുതൽ മരിച്ചുപോയ ശിശുക്കൾ ഉൾപ്പെടെയുള്ള ജീവവസ്തു പേരുള്ള ഒരൊറ്റ മനുഷ്യൻ്റെ ആത്മാവ് പോലും പുനരുത്ഥാനം പ്രാപിച്ച് എഴുന്നേറ്റ് വരത്തില്ല. അത് പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലാണ് അവർ ജീവൻ പ്രാപിക്കുന്നത്. പുനരുത്ഥാനം പ്രാപിക്കുന്നവർ ഉണർന്നു വരുന്ന അന്നാണ്. ആകാശമില്ലാതാകും വരെ അവർ ഉണരുന്നില്ല എന്ന് യോ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പം അന്ന് അവർ പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിപ്പാണ് തേജസ് മതി. അതുകൊണ്ടാണ് അവിടെ ഭൗമിക തേജസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായമൊക്കെ വളരെ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട വിഷയങ്ങളാണ്. അത് വായിക്കും തോറും
അതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി തരും. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വായന നടത്തി പോകുന്നതിന് അല്ല ചെയ്യേണ്ടത്. ഇവിടെ ഭൗമിക തേജസ് ഉള്ളവരുണ്ട്, സ്വർഗീയ ശരീരങ്ങളുണ്ട് എന്നുള്ളത് 40-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ബൈബിളിൽ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 41-ാം അധ്യായത്തിൽ പിന്നീട് സൂര്യ തേജസ്സിൽ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സിലുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന സൂര്യ തേജസ്സിനെ കുറിച്ചും ചന്ദ്ര തേജസ്സിനെ കുറിച്ചും നക്ഷത്ര തേജസ്സിനെ കുറിച്ചും നക്ഷത്രങ്ങൾ വ്യത്യസ്തമുള്ള തേജസ്സിനെ കുറിച്ചും അവിടെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചിരുന്നു. ഈ ഭാഗം ഞാൻ എടുത്ത് പഠിപ്പിച്ചിരുന്നു. ഇത് പഠനത്തിൻ്റെ അവസാനത്തിൽ എത്തുമ്പോൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ദൈവം വീണ്ടും നമ്മൾ മരിച്ചവരുടെ മരണാന്തകളെക്കുറിച്ചും പുനരുത്ഥാനങ്ങളെക്കുറിച്ചും നമ്മൾ വീണ്ടും പഠിക്കും. എന്നിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം വേദപുസ്തകത്തിലുണ്ട് ഇത്. അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല എടുത്ത് കാണിക്കാനായിട്ട്. ഇന്നടുത്തുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ കേട്ട് കേൾവി കൊണ്ടോ ഏതെങ്കിലും പുസ്തകത്തിലെടുത്തിയ കാര്യങ്ങളെ പഠിപ്പിച്ചോ ഞാൻ ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിപ്പിക്കുന്നതല്ല ഈ ഭാഗങ്ങളൊക്കെ. എന്താണോ ദൈവത്തിൽ എഴുതിയതാണ്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ മലയാളം ബൈബിള് തെറ്റാണെന്ന് പറഞ്ഞ് പഠനത്തെ ഖണ്ഡിക്കരുതെന്ന് ദൈവത്തിൽ ഞാൻ എല്ലാവരും ഓർപ്പിക്കുന്നു. ചിലർ അവസാനം അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഈ നിൽക്കക്കളിയില വരുമ്പോഴത്തേന് ഒരൊറ്റ പ്രയോഗം പ്രയോഗിക്കും, ഈ വ്യാഖ്യാനമൊക്കെ ശരിയല്ല. എന്നോട് ഇങ്ങനെ ഒരാളിനോട് തർക്കിക്കാണ്ട് വന്നു. പണ്ട് ഞാൻ വിശ്വാസം വന്ന സമയത്ത്, സഭയെന്ന് വന്നതിൻ്റെ സമയാസമയത്താണ്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ പറയുന്ന സ്ഥാനവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ബൈബിളൊന്നും കൃത്യമായ കാര്യമല്ല. അദ്ദേഹം തെളിവ് പറയുന്നത്, ലവോദിക്കിലേക്ക് എഴുതിയ ലേഖനമുണ്ടല്ലോ, അതെന്തിയെ? അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അപൂർണമാണ്. അപ്പം അതിൻ്റെ അകത്ത് ശിശുസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. നമുക്കെന്ത് പറയാൻ പറ്റും? ലവോദിക്കയിലുള്ള ലേഖനം വായിക്കാൻ പറഞ്ഞ് പൗലോസ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അത്രമാത്രം ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി, വിശ്വാസസ്നാനത്തെ ഖണ്ഡിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ലവോദിക്കയിലെ ലേഖനം ഇവിടെ ഞാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, അത് കൊലോസ്യ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. അത് സംബന്ധമായ കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് വായിച്ചിട്ടുണ്ട്. അത് വായിച്ച ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം അത് വേണ്ടതെല്ലാം രണ്ട് ലേഖനങ്ങളെയും പല ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഒരിടത്ത് എഴുതിയ അതേ ലേഖനങ്ങളോട് ബന്ധത്തെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എളുപ്പം അദ്ദേഹം പറഞ്ഞ ലവോദിക്ക ലേഖനം കാണാതെ പോയി, അത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അകത്ത് ഇത് കാണും എന്നാണ് ശരിക്കുന്നത്. എന്നാൽ നമുക്ക് കിട്ടിയ 66 പുസ്തകത്തിനകത്ത് ഇല്ലാതെ പോയൊരു പുസ്തകത്തിലെ കാര്യം പറഞ്ഞാണ് ശിശുസ്നാനത്തെ ന്യായീകരിക്കാൻ പോകുന്നത്. പക്ഷേ വിശ്വാസ സമൂഹത്തിനിടയിൽ ഞാൻ കണ്ടിരിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പോയി വചനം തെളിയിച്ച് വരുമ്പോഴത്തെ പറയുന്നത് മൂലഭാഷയുടെ അർത്ഥം അങ്ങനെയല്ല. മൂലഭാഷ കൊണ്ട് നിങ്ങൾ ഏത് മൂലകോശ ഭാഷ കൊണ്ടുവന്നാലും ദൈവത്തിൻ്റെ അടിസ്ഥാന ശിലകൾക്ക് മാറ്റമില്ല. ഇത് തേജസ്സുള്ള ബന്ധത്തിൽ പറയുന്നതും ഇങ്ങനെയുള്ള ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നതും ഇനി എവിടുന്നെല്ലാം എബ്രായ, അരാമിയ, ഗ്രീക്ക് ഭാഷകളുടെ മൂലഭാഷകൾ കൊണ്ടുവന്ന് പഠിപ്പിച്ചാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നിനൊരു മാറ്റം വരത്തില്ല. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ശരിയാക്കാൻ വേണ്ടി, അതിനെ തച്ചുടച്ച് കളയാൻ വേണ്ടി ന്യായമല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ബുദ്ധിമുട്ടിക്കണം. കാരണം ഈ പുസ്തകം കണ്ടല്ലേ എത്രയും പേര് രക്ഷപ്പെട്ടത്. ഈ പുസ്തകം കണ്ടല്ലേ നമ്മളൊക്കെ പണ്ട് പഠിച്ചത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്ഥാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും ദൈവം നിൽക്കുന്നതല്ലേ ഈ പുസ്തകം വായിച്ചല്ലേ. അപ്പം അതിനകത്ത് മൂലഭാഷകളുടെ വ്യാഖ്യാനമല്ല ഇതിനകത്തുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് യോജിച്ച് വരുന്നില്ലെങ്കിൽ അന്നേരം തന്നെ മറ്റെന്തെങ്കിലും പറഞ്ഞത് ബൈബിൾ അപൂർണമാണ്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മൂലഭാഷ അർത്ഥമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില വ്യത്യാസങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ കാണും. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെയായിരിക്കും, മാറ്റമില്ല. നമുക്കറിയാം, ഓരോ മരുന്നിൻ്റെ പല കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. അതിൻ്റെ കോമ്പോസിഷനൊക്കെ ഒന്ന് തന്നെ ഇച്ചിരിയൊക്കെ അങ്ങോട്ടിട്ട് മാറ്റമൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എത്രമാത്രം ഏതെല്ലാം ഭാഷകൾ എടുത്തതിനെ വിവർത്തനം ചെയ്ത് നോക്കിയാലും ഇതിൻ്റെ ആകത്തുക ഒന്ന് തന്നെയായി. ഇതിനകത്ത് പഠിച്ചു അതിനകത്ത് മൂലഭാഷയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വർഗീയ ശരീരങ്ങളുടെ ഉണ്ട്, ഭൗമ ശരീരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് ഇനി ഏത് മൂലഭാഷ കൊണ്ടുവന്നിട്ടാണ് ഇനിയിപ്പോൾ ഇല്ലെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. സ്വർഗീയ ശരീരങ്ങൾ തേജസ് ഉണ്ടല്ലോ, ഭൗമ ശരീരങ്ങളുടെ തേജസ് ഉണ്ടല്ലോ. പിന്നീട് 4 സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സൂര്യതേജസ്സുള്ള ഒരു കുഞ്ഞാണെന്നും നമ്മളെ കന്യകയാണെന്നും
ചന്ദ്രദേശമുള്ളവർ കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരാകുന്നെന്നും, നക്ഷത്രദേശം ലഭിക്കുന്നവർ പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരാകുന്നെന്നും, നക്ഷത്രങ്ങളുടെ തേജസ്സിന് വ്യത്യസ്ത പ്രാപിക്കുന്നവർ 104 പേരാകുന്നു. ഇപ്പം ഇങ്ങനെ സകല മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇപ്പം അബ്രഹാം എവിടെയാണ്, മോശ എവിടെയാണ്, ഹാവേൽ എവിടെയാണ്, ഹാനോക്ക് എവിടെയാണ്, അല്ലെങ്കിൽ പത്രോസ് എവിടെയാണ്, പൗലൂസ് എവിടെയാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അവരൊക്കെ എവിടെയാകുന്നു, ഏത് തേജസ്സിനൊക്കെയാണ് യോഗ്യരെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. എന്നാൽ ശിശുക്കൾ ഉൾപ്പെടെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, സകല ശിശുക്കളും നന്മയും തിന്മയും തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ലോകത്തിൽ അവൻ ജനിച്ചിട്ട് അതുപോലെ ലോകത്തിൽ മരിച്ചുപോയാൽ, അങ്ങനെയുള്ള ഒരൊറ്റ വ്യക്തിയെപ്പോലും ഏത് ജാതിയിലും കുലത്തിലും മതത്തിലും പെട്ടതാണെങ്കിലും ദൈവം അവരെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയത്തില്ല. കാരണം അവരുടെ പേര് ജീവവസ്തു നിലനിൽക്കുന്നുണ്ട്, ദൈവം മായച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ശിശുക്കളായിട്ടുള്ളവർ, നന്മയും തിന്മയും ചെയ്യാത്തവർ, അതുപോലെ തന്നെ അതുപോലെ ജീവിക്കുന്നവരുണ്ട്. നമുക്കറിയാം ശരിയായ രീതിയിൽ ബുദ്ധി വളർച്ച പ്രാപിക്കാത്തവർ ശരീരം വളർന്നു കാണും, പക്ഷെ അവിടെ ബുദ്ധി വികാസം കൊണ്ടിട്ടില്ല. ദൈവം അങ്ങനെയുള്ളവരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഭൂമിയിൽ. അവരെ വളർച്ച പ്രാപിച്ചെന്ന് കണ്ടുകൊണ്ട് അവരെ ശിശുക്കളെ പോലെ ദൈവം കരുതുന്നെങ്കിൽ അവരാരും നിത്യതയിൽ നഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും, നീതിമാനായിരിക്കുന്ന ദൈവം അവരെ തള്ളിക്കളയത്തില്ല. എന്നാൽ സുവിശേഷം അറിഞ്ഞിട്ട് അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ തുച്ഛീകരിച്ചു കഴിഞ്ഞാൽ, അത് എത്ര നീതിപ്രവർത്തി ചെയ്ത വ്യക്തിയാണെങ്കിലും അങ്ങനെയുള്ളവരെ ദൈവം നീതീകരിക്കുകയുമില്ല. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തെ ചവിട്ടിക്കളഞ്ഞാൽ, അതിനെ മലിനമെന്നെണ്ണിയാൽ, അത് നിസ്സാരമെന്നെണ്ണിയാൽ, അങ്ങനെയുള്ളവരെ എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും അവരെ ദൈവം നീതീകരിക്കത്തില്ല എന്നുള്ളതും ഇത്തരണത്തിൽ നാം ഓർത്തിരിക്കണം. ദൈവകൃപയാൽ നമ്മൾ പാപികളായിരുന്നു, ദോഷികൾ ആയിരുന്നു, നരകാഗ്നിയിലേക്ക് പോകേണ്ടവരായിരുന്നു. ദൈവം നമ്മളെ വിടുവിച്ചെടുത്തപ്പോൾ, വീണ്ടും ജനം പ്രാപിച്ചപ്പോൾ നാം ശിശുക്കളെ പോലെ ആയിത്തീരുകയാണ് ചെയ്തത്. ആരും മണവാട്ടി സഭയുടെ മണവാട്ടിയായിട്ടല്ല ആരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ വിശ്വാസ ജീവിതം തുടങ്ങിയത്. ഞാനത് സംശയമുണ്ടെങ്കിൽ ഞാൻ കൈവപ്പി ക്ഷമ പറഞ്ഞ് മാറുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ എല്ലാവരും തന്നെ അവർ തികവ് പ്രാപിച്ച ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മണവാട്ടിയാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. അത് പത്രോസ് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിച്ച് വളരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വളർച്ച പ്രാപിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരും ജനിച്ചു വീഴുമ്പോഴേ മണവാട്ടി സഭയുടെ അംഗമാകുന്നില്ല. നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നേ ഉള്ളൂ. നമ്മുടെ മായ്ക്കപ്പെട്ട പുസ്തകത്തിൽ നിന്ന്, ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞാൻ പല ആവർത്തി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പല പ്രാവശ്യം കേട്ടുള്ളവർക്ക് അത് ആവർത്തനമാണെങ്കിൽ പുതുതായിട്ട് ആരും കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചിന്തകൾക്ക് വേണ്ടി പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും പല മനുഷ്യരുടെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന ചില അധ്യായങ്ങളാണ്. അത് തുറക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ ഈ പറയുന്ന നിത്യ ജീവനോടുള്ള ബന്ധത്തിലുള്ളവരുടെ പേരുകൾ എന്നാണ് തുറക്കപ്പെടുന്നത്, അവർക്ക് ലഭിക്കുന്ന തേജസ് എന്താണ്, എന്തുകൊണ്ടാണ് അവരെ ഒടുക്കത്തെ നാളിൽ ദൈവം പുനരുത്ഥാനം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഭൗമിക തേജസ്സിനുള്ള പദവിയാണ് ലഭിക്കുന്നത്. അവരെ പ്രവേശിപ്പിക്കേണ്ടത് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കാണ്. ഇവരാണ് ഭൂമിയിലെ രാജാക്കന്മാരായിട്ട് ഇവരാണ് നിത്യതയിൽ വാഴുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരായി നിത്യതയിൽ വാഴുവാനുള്ളത് ഭൗമിക തേജസ് പ്രാപിക്കുന്നവരാകുന്നു. അവരെയാണ് അന്നത്തെ ഭൂമിയിലെ മനുഷ്യർ അഥവാ ജാതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്ന് ജാതികൾ എന്നറിയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അന്ന് എന്താണ് ജാതികൾ എന്നുള്ളത്, അതേക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ദൂതതുല്യരായിരിക്കുന്ന മനുഷ്യരും അതുപോലെ ഒന്നാമത്തെ ആകാശം കത്തി എഴിയപ്പെടുന്നതിന് മുമ്പായി തെറ്റിപ്പോകാതെ ശേഷിച്ചിരിക്കുന്ന ദൂതന്മാരെയും ദൈവം പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷമാണ് നിത്യതയുള്ള ബന്ധത്തിൽ ദൈവിക നിത്യത ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമുദ്രത്തിൽ മരണാന്തരയുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തത മനസ്സിലായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി.
മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ജീവപുസ്തകത്തിൽ അത് വ്യാഖ്യാനിച്ചെടുക്കാൻ എത്ര സിമ്പിളായ കാര്യമാണ്. പക്ഷേ ഈ കഠിനമായിരിക്കുന്ന മുൻവിധിയോടുകൂടി എത്ര വായിച്ചാലും ഞാനത് വിട്ടുകളയത്തില്ല, ഇങ്ങനെയുള്ള സമുദ്രത്തിൽ ആത്മാക്കളില്ല എന്നൊക്കെ പഠിക്കുന്നവർ എത്ര പ്രാവശ്യം അവർ വായിച്ചാലും അവർക്കത് വെളിപ്പെട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ശിശുക്കൾക്കും ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് നമ്മുടെ ശിശുക്കളായിട്ടുള്ളവർ നമുക്കാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളായിരിക്കണം, നന്മയ്ക്ക് നമ്മൾ മുതിർന്നവരായിരിക്കണം പറയുന്നത്. തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളായത് ചെയ്യാൻ പാടില്ല. നന്മ ചെയ്യുന്നതിൽ നാം മുതിർന്നവരായിരിക്കണം. അപ്പോൾ ഈ അറിവിനോടുള്ള ബന്ധത്തിൽ, നന്മയോടുള്ള ബന്ധത്തിൽ നല്ലത് പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതാണ് ഒരു ശിശുവിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ്റെ അടുക്കൽ വന്ന് വചനം കേട്ടവർ, പത്രോസ്, യോഹന്നാൻ, അവരെപ്പോലുള്ളവരൊക്കെ അവർ നന്മയ്ക്ക് ചെവി കൊടുത്തവരായിരുന്നു. അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ജ്ഞാനികളും വിവേകികളുമായിട്ടുള്ളവർക്കൊക്കെ പലതും മുൻവിധിയോടുകൂടി പഠിക്കുമ്പോൾ, മുൻവിധി കൂടാതെ ദൈവത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനം എന്താണോ അതെന്താണെന്ന് വെളിപ്പെടുത്തരുന്നത് ഒരു ന്യായമായി ചിന്തിക്കുന്ന ആൾക്കാർക്കിത് അംഗീകരിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇനി ഇതേക്കുറിച്ച് വലിയ പാണ്ഡിത്യമുള്ള ആരെങ്കിലും ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനെ അപഗ്രഥിച്ചത് അങ്ങനെ അല്ല എന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്കത് ആർക്കെങ്കിലും അത് സ്വീകാര്യമാണെങ്കിൽ അതെടുക്കുന്നതിന് യാതൊരു പ്രയാസം ബുദ്ധിമുട്ടും എനിക്കില്ല എന്ന് ഓർപ്പിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് എളിവിന് തന്നിരിക്കുന്ന ചെറിയ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ളത്, ഒടുക്കത്തെ നാളിൽ 3 പുസ്തകങ്ങളാണ് തുറക്കപ്പെടുന്നത്. എന്നാൽ ജീവപുസ്തകം തുറക്കപ്പെടും. അത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മരണമാകുന്ന നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നത് കഠിനപാപം ചെയ്ത ദുഷ്ടദൂതന്മാരെയും അതുപോലെ കഠിനപാപം ചെയ്തവരെയുമാണ്, മനുഷ്യരെയുമാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇന്നലെ എബ്രായർക്കെഴുതിയ ലേഖനം വായിച്ച് നമ്മൾ അവസാനിപ്പിച്ചത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ എബ്രായർക്കെഴുതിയ ലേഖനം വായിച്ച് ഭയപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം മനഃപൂർവ്വമായിട്ട് നമ്മൾ പാപം ചെയ്ത് അതുപോലെ ആയിക്കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ മാനസാന്തരപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് മരണത്തിനൊക്കെ പാപം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. മരണത്തിനൊക്കെ പാപം ചെയ്യുന്നവരുണ്ട്. മരണത്തിനൊക്കെ പാപം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്താ? അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഈ മരണം എന്താണെന്ന് മനസ്സിലായെങ്കിലേ അതിൻ്റെ അർത്ഥം മനസ്സിലാകുള്ളൂ. ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മരണത്തിനതൊക്കെ പാപമുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 16-ാം വാക്യം, 1 യോഹന്നാൻ 5-ാം അധ്യായം 16-ാം വാക്യം. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിലുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. മരണത്തിനല്ലാത്ത പാപമുണ്ട്. അപ്പം ജസ്റ്റ് ഒരു നമ്മൾ എവിടെയാ പോകുന്നത് ചോദിച്ചപ്പോഴത്തേന് ഞാൻ പറയുക, കോട്ടയത്തിന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു മൺറാടിനാ പോകുന്നെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് നുണയല്ലേ? പെട്ടെന്ന് വന്ന ഒരു ഇതാണ് പറഞ്ഞ് മൺറാടിനാ പോകുന്നത് കോട്ടയത്തിന്. ഇപ്പം എല്ലാവരോടും അങ്ങനെ കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ പറ്റും? എല്ലാവരോടും അത് വളരെ കൃത്യമായ കാര്യം പറഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്നത്. അതിനെ അങ്ങനെ ഒരൊറ്റ മനുഷ്യനോട് ജീവിക്കാൻ കഴിയത്തില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ കുറേ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. മറ്റാർക്കും ഉപദ്രവത്തിനുള്ള കാര്യമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇല്ല, പറയാറില്ല. ഇപ്പം നിങ്ങളൊരു രഹസ്യം കൊണ്ട് പറഞ്ഞിട്ട് അത് ആരോടും പറയരുതെന്ന് പറയുക. വേറെ ആൾ ചോദിക്കുക എന്നയാൾ വന്ന് എന്നതാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നുണയല്ല പറഞ്ഞത്, ഞാൻ ബോഷ്കല്ല പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വലിയ
അതിവിശ്വാസം, അതിവിശുദ്ധിയൊന്നും വേണ്ട ആർക്കും. അതിവിശുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ തലകുത്തി പോകും. നമ്മൾ മനുഷ്യരാ. അതുകൊണ്ട് കർത്താവ് മരണത്തിനല്ലാത്ത പാവമുണ്ട് കുഞ്ഞെ, ഉണ്ട്. നീയൊക്കെ നമ്മൾ ചെയ്യുന്ന പാപമുണ്ട് അല്ലേ? എവിടെയാ പോകുമെന്ന് പറഞ്ഞു, ഇന്നടത്താ പോകുമെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ട്. പലരും പറഞ്ഞ് രഹസ്യം പറഞ്ഞു, പലരോടും പറയരുത് പറഞ്ഞു. നമ്മൾ പറയാതിരിക്കും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ബോഷ്കല്ലേ എന്ന് ചോദിച്ചാൽ രൂപത്തിൽ ബോഷ്ക. പക്ഷെ അത് മണ്ണത്തൊക്കെ പാവമാണോ? അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളാണ്. ദൈവം കണക്കിടാതെ അതൊക്കെ കാല് കഴുകിയാൽ മാറുന്നതേ ഉള്ളൂ. ഒരിക്കൽ കുളിച്ചു സ്നാനപ്പെട്ടു അന്നുവരെയുള്ള പാപം ദൈവം ക്ഷമിച്ചു. പിന്നീട് നമ്മൾ എപ്പോഴും എല്ലായിടത്തും പോയിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലായിട്ടുള്ള സ്നാനം. പിന്നീട് ജീവിതത്തിൽ വരുന്ന പൊടിപടലങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഒക്കെ വന്ന് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാല് കഴുകുക എന്നതിൻ്റെ അർത്ഥം ജീവിതത്തെ കഴുകുക എന്നാണ് എൻ്റെ അർത്ഥം. കാല് കഴുകുക, കാലാണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞ്, മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാത്ത പറഞ്ഞു. യോശുവയോടും പറഞ്ഞു, കാലിന് ചെരുപ്പ് അഴിച്ചു കളക. ഈ ജീവിതവും വിശുദ്ധിയും തമ്മിൽ അകറ്റിയിരുന്നത് ആ ചെരുപ്പായിരുന്നു. അത് അകറ്റിക്കളയാൻ പറഞ്ഞു. അത് വേണ്ട, നീ നിൽക്കുന്ന വിശുദ്ധ ഭൂമിയാണ്, ഇവിടെ അശുദ്ധമായിട്ടൊന്നുമില്ല. നിൻ്റേതായിട്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ട് അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. നീ അഴിച്ചു കളഞ്ഞ വിശുദ്ധ ഭൂമിയിലാണ് നിൽക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. നിന്റെ ജീവിതം വിശുദ്ധിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചെരുപ്പ് അവിടെ വേണ്ട എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നിൽക്കുന്ന വിശുദ്ധമാകിയാൽ ദൈവം നമ്മളെ ദിനംതോറും കഴുകുന്നത് കൊണ്ട് അതിൽ വേണം നമ്മൾ നടക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതിനാൽ മരണത്തിന് തക്ക പാപം എന്ന് പറയുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 6-4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ആ പാപമാണ് മരണത്തിന് തക്ക പാപം. അത് വളരെ ശ്രദ്ധിക്കേണ്ടത് വെളിപ്പാട് ദിവസം പഠിക്കുന്ന, സ്നാനപ്പെട്ട, ദൈവകൃപയിൽ നിൽക്കുന്ന, അഭിഷേകം പ്രാപിച്ച, ഇപ്പോൾ കർത്താവ് വന്നാൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരിക്കലും വെളിയിലുള്ളൊരു ഭാവിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവരെ മദ്യപിക്കുകയോ അവരുടെ രീതിയിൽ ചെയ്യുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു അവർ പാപത്തിന് തക്ക ഇതേ ഉള്ളൂ, അവര് പാതാളത്തിലേക്ക് പോകാനുള്ളവരെന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയാനുള്ളത്, എന്നോട് സംസാരിക്കുക ദൈവാത്മാവ്. ഏറ്റവും അധികമായി മനസ്സിലാക്കേണ്ടത്, കഠിനമായ പാപം ചെയ്ത് മരണമാകുന്ന നരകത്തിലേക്ക് പോകുവാൻ ആരും ഇറങ്ങിത്തിരിക്കരുത്. നമ്മുടെ ഇറങ്ങിത്തിരിച്ച വിശ്വാസം ഒരിക്കലും കഠിനമായിരിക്കുന്ന ഒരു ശിക്ഷയ്ക്ക് കാരണമായി തീരാൻ ഇടയാകാതെ. അതുകൊണ്ട് കഥ പറഞ്ഞത്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അല്ലേ? ഇവരെക്കുറിച്ച് പറഞ്ഞു, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ അർത്ഥം, ഇവൻ ജനിച്ച് എന്നോട് കൂടെ നടന്ന 3.5 വർഷം നടക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാനിടയാകരുത്. നമ്മളെക്കുറിച്ച് സ്വർഗീയ സിംഹാസനത്തിൽ നമ്മുടെ പേരുകൾ ഏറ്റുപറയുന്ന ദിവസങ്ങളായി തീരണം. അതെ, അവൻ ജനിക്കാതിരുന്നാൽ നന്നായിരുന്നു, അവൻ വിശ്വാസവരാതിരുന്നാൽ നന്നായിരുന്നു, അവൻ എൻ്റെ നാമം എടുക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് സ്വർഗം നമ്മെക്കുറിച്ച് പറയുവാൻ ഇടയാകരുതേ. അങ്ങനെ പറയേണ്ടി വന്നാൽ അതിനേക്കാൾ കഠിനമായ ഒരു പാപമില്ല. നമുക്കറിയാം, മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു പറയുന്ന ഒരു തലമുറയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വേദനയോടെ ആയിരിക്കണം മാതാപിതാക്കൾ പറയുന്നത്. നമ്മെ വീണ്ടും ജനിപ്പിച്ച ക്രിസ്തുവോട് നമ്മെ വീണ്ടും ജനിപ്പിച്ച കർത്താവ് നമ്മെ നോക്കി ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുവാനിടയാകരുത്. അങ്ങനെ പറയപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് നാം കാണുന്നുണ്ട്. സഭകളിൽ അടിപിടിപ്പിക്കുമ്പോൾ, സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചുകൊള്ളുക. ദൈവസഭയെ നിസ്സാരമായി കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കി ദൈവസഭയെ അപഹാസ്യമാക്കി തീർത്തു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ക്ഷമിക്കാൻ കഴിയാത്ത പാപം ചെയ്താൽ കഠിനമേറിയ പാപമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് എല്ലാവരും അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കണം, മാറി നിൽക്കണം. നമ്മൾ മുഖാന്തരം ഇടർച്ച ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞല്ലോ, അഭിപ്രായം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇടർച്ച ഉണ്ടാക്കരുത്.
ദേവദാസന്മാരുടെ കാര്യങ്ങളൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്ന കുഴപ്പമില്ല. പക്ഷേ മുണ്ട് മടക്കി കുത്തി അടിക്കാനും തൊഴിക്കാനും പണ്ടത്തെ സ്വഭാവം എടുത്ത് കാണിക്കാനും ചിലർ പറയും ഞാൻ എൻ്റെ പഴയ സ്വഭാവം കാണിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല, പഴയത് ഒളിച്ചു കിടക്കുന്നു. പഴയ സ്വഭാവം കാണിക്കാനുള്ള, പഴയ മനുഷ്യനെ വെളിപ്പെടുത്താനുള്ളതല്ല ദൈവസഭ. പഴയതിനെല്ലാം നാം മരിച്ചവരായിരിക്കണം. ഞാൻ എൻ്റെ പഴയ സ്വഭാവം കാണിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം പഴയത് മരിച്ചിട്ടില്ല, ഒതുങ്ങിക്കിടക്കുന്നേ ഉള്ളൂ, വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടുന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായം ഞാൻ വായിച്ചു എന്നുള്ള വിളിച്ച് പറയാണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് വെളിയിൽ പരസ്യവത്തിൽ പ്രസംഗിക്കുന്നതല്ല. ദൈവസഭയെ പഠിപ്പിക്കുകയും നമ്മൾ ഞാൻ മനസ്സാക്കി എൻ്റെ മനസ്സിൽ ദൈവഭയം ഉണ്ടാകേണ്ടത് പഠിക്കേണ്ട വിഷയം. ഒരിക്കൽ പ്രകാശം എന്നാൽ സുവിശേഷത്തിൻ്റെ പ്രകാശനം. അതാണ് പ്രകാശം ലഭിക്കുക എന്ന് പറയുമ്പോൾ. പ്രകാശനം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ പ്രകാശനം. ഇരുളായിരിക്കുന്ന മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ദൈവപുത്രന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിച്ചു. സ്വർഗീയദാനം എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. സുവിശേഷം മുഖാന്തരമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയുടെ രക്ഷ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. അത് മാത്രമല്ല വളർന്ന് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു. പാലിച്ചോക്ക് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഇനി എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ വെളിപാട് പുസ്തകവും പഠിച്ചു, എല്ലാ പുസ്തകവും പഠിച്ചു, എല്ലാ മർമ്മങ്ങളൊക്കെ അറിയാം. കുറച്ച് കഴിയുമ്പോൾ ചിലർ ദൈവങ്ങളായിട്ട് മാറാറുണ്ട്. പിന്നെ അവര് പറയുന്നതാണ് നിയമങ്ങൾ. അവര് ദൈവങ്ങളായിട്ടങ്ങ് തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെല്ലാം ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, അതിൻ്റെ അർത്ഥം എന്താണ്? പിന്മാറിപ്പോകാം, പഴയതിലേക്ക് പോകാം. കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നത് ഇവിടെയുള്ളവരെല്ലാം അഴുക്ക, മോശമാണ്, ഇവർക്കൊന്നും ഒരു ഗുണവും മണവും രുചിയൊന്നുമില്ല, പണ്ട് നിന്നാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ചിന്തിച്ചു പോകുന്നവരുണ്ട്. അഭിഷേകം പ്രാപിച്ചവരാ. അങ്ങനെ എത്രയോ പേര് പോയിട്ടുണ്ട്, തെളിവുണ്ടല്ലോ. ഒരുപാട് പേരെയൊക്കെ വിശ്വാസി കൊണ്ടുവന്ന് ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ചവരൊക്കെ പിന്മാറിപ്പോയിട്ടില്ലേ? പിന്മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും അങ്ങനെ പിന്മാറുന്ന വിചാരിച്ചതാണോ? അല്ല. പക്ഷേ പിന്മാറിപ്പോയി. സാത്താൻ പുറകെ കൂടും. ഒരു വിശ്വാസത്തിൽ വളർന്ന ദൈവത്തിന് പ്രയോജനപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ സൂക്ഷിച്ചു കൊള്ളണം. നീ വളർച്ചയുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെയും നിന്നെ വീഴ്ച കളയാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവൻ കൂടി നമ്മെ മുന്നേറാൻ കഴിയാതെ പിന്മാറ്റിക്കളയും. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. കർത്താവിന് വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവമക്കളുണ്ട്. സാധാരണക്കാരെ വഞ്ചിക്കാൻ സാധാരണ ഇറങ്ങി വരത്തില്ല. അതിന് കുട്ടി ദൈവങ്ങളൊക്കെ മതി. പ്രാദേശികമായിരിക്കുന്ന ഭൂതാത്മാക്കളോ ദേശത്തിൻ്റെ കെട്ടുകളൊക്കെ മതി ഒരു സാധാരണക്കാരനെ കെട്ടിയിടാൻ, മറിച്ചിടാൻ. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നവനെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് സാത്താൻ തന്നെ ഇതിൻ്റെ ബലഹീനത മനസ്സിലാക്കി പരാജയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വന്ന് വീഴ്ച കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് വിധത്തിൽ ഒരു മനുഷ്യനെ വീഴിക്കാൻ അവൻ നോക്കും. പക്ഷെ നാം ജയാളികളായി നിൽക്കണം. ആരെയും പ്രീതിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ അപ്രീതി നീ നേടരുത്. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പിന്നീട് വിചാരിക്കുക ഇവരെയൊക്കെ നമുക്കങ്ങ് പ്രീതിപ്പെടുത്തി നിൽക്കാമെന്ന്. ഒരു കാലത്ത് ഭയങ്കരം ശക്തിയോട് എത്തുന്ന പലരും പിൽക്കാലത്ത് കോംപ്രമൈസിന് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഒരു കോംപ്രമൈസും വേണ്ട. ദൈവകൃപയെ നിൽക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തിന് പ്രസാദത്തിന് വേണ്ടി നാം ജീവിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോയാൽ ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, കൊല്ലപ്പെടേണ്ടി വന്നാലും കുഴപ്പമില്ല, കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ളവരാണ് ക്രിസ്തുവിനുള്ളവർ. അതുകൊണ്ട് ഇവിടെ അടിവരയിട്ട് നല്ലത് ബൈബിളുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കണം, വായിക്കാതിരിക്കരുത്. നമ്മൾ സങ്കീർത്തനം വായിച്ച് വാഗ്ദത്ത വിഷയം മാത്രം വായിച്ച് വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നവരാകരുത്. ഇങ്ങനെയുള്ള നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രബോധിപ്പിച്ചിരിക്കുന്ന ശിക്ഷിക്കാൻ തക്കതായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള വചനങ്ങളെയും നാം വായിക്കണം.
മനസ്സിലാക്കണം, അതിന് നമ്മൾ പ്രാധാന്യത കൊടുക്കണം. ഇതൊക്കെ ശത്രു മറച്ചു വയ്ക്കും, പറയും നീ ചെയ്യുന്ന പാവമൊന്നും പാവമല്ലെന്ന്, ചെയ്തു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ രാത്രി ദൈവം പറയാ, ദയയുള്ളവനാ ദൈവം, ക്ഷമിക്കുന്നവനാ ദൈവം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുക, ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ആരെല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും, എത്ര ഉപവാസ പ്രാർത്ഥന നടത്തിയാലും ഒരു സഭയെ മടങ്ങി വരുമായിരിക്കും, പക്ഷേ ദൈവം പേര് വിട്ടതാണ്, തീർന്നതാണ്. അതുകൊണ്ട് സ്വർഗം നമ്മളെ പേര് വെട്ടാതെ ദൈവത്തോട്, കർത്താവേ എന്നെ കടാക്ഷിക്കണമേ, കരുണ തോന്നണമേ കർത്താവേ, അന്ത്യശ്വാസം വരെ, അല്ലെങ്കിൽ നീ വരുന്ന ഞാൻ രൂപാന്തരപ്പെടുന്ന സമയം വരെ എന്നെ നിർത്താൻ അങ്ങേക്ക് കൃപ തോന്നണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി കാല് പിടിച്ച് കടന്നുകൊള്ളണം. എന്നെ കൂടി കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണം. ഞാൻ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട്, ഈ പ്രായമുള്ള അമ്മമാരൊക്കെ പോകുന്ന, അപ്പനൊക്കെ പോകുന്ന സമയത്ത് ചെറുപ്രായത്തിൽ നമ്മളൊക്കെ അമ്മയുടെയൊക്കെ മുണ്ടയിലും സാരിത്തുമ്പയിലൊക്കെ തൂങ്ങിക്കിടക്കില്ല, എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന് പറയത്തില്ലേ. കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അമ്മയെ വിട്ട് പിരിയാൻ പോയത്തില്ല, പോയേ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തന്നെ അമ്മ എവിടെയാണെന്ന് പോകാൻ പറയും. നമ്മൾ കർത്താവിനോട് കൂടെ അങ്ങനെ ഒരു ബന്ധമായിരിക്കണം. കർത്താവേ, നിന്നെ കൂടെ എന്നെ എപ്പോഴും എനിക്ക് നടക്കാൻ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ, അങ്ങയോട് മാത്രം എപ്പോഴും നിൽക്കുവാൻ, കർത്താവേ അങ്ങേ വിട്ടുപിരിഞ്ഞൊരു ജീവിതം എനിക്ക് തരരുതേ എന്ന് ഈ പഠനത്തിൻ്റെ അവസാന സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ കർത്താവേ, അങ്ങേ വിട്ടുപിരിഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട, ഒരു നിമിഷം പോലും വേണ്ട. അങ്ങയോട് ചേർന്നുള്ളൊരു ജീവിതം മതി. ഏതെങ്കിലും കാരണവശാൽ ഞാൻ അങ്ങയിൽ നിന്ന് വിട്ടുപിരിയുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായി എന്നെ ഈ ലോകത്ത് നിന്ന് എടുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഏതെങ്കിലും ഒരു വിധത്തിൽ ഞാൻ യേശുവെ അങ്ങേ വിട്ടുപിരിയേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പായി എന്നെ നീ ഇവിടുന്ന് മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അത്രമാത്രമായിരിക്കണം ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ ഇതിക്കുള്ളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ വന്ന് എല്ലാം അറിയാൻ പഠിച്ച കർത്താവിനോട് ഒരുക്കപ്പെട്ടിരുന്നിട്ട് എത്രയോ പേര് പിന്മാറിപ്പോയിട്ടുണ്ടെന്നറിയാവും. കുറച്ച് കഴിയുമ്പം അവരൊക്കെ വേറെ ഉപദേശമാണ് നിൽക്കുന്നവരെ കാണാം. പല ഉപദേശങ്ങളാണ്, യേശുവിൻ്റെ നാമോപദേശം, പല ഉപദേശങ്ങൾ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശക്കാർ വരും. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നും വന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. നമ്മുടെ സഭ സത്യസഭയാണ്, അടിസ്ഥാനമുള്ള സഭയാണ്. മാറിപ്പോകരുത്. നമ്മളെയൊക്കെ ഒരുപക്ഷെ ശത്രു അവൻ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ പൊക്കിക്കൊണ്ട് നീയൊക്കെ നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഭ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അങ്ങനെ ഒരു സഭ ഉണ്ടാക്കാനൊന്നും പോകരുത് കേട്ടോ. അവനറിയാം ഏത് വിധത്തിലാണ് വീഴിക്കേണ്ടെന്ന്. വചനത്തിൽ നിന്ന്, വ്യവസ്ഥയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കർത്താവിൻ്റെ വചനത്തിൽ മുന്നോട്ട് പോകണം. പിന്മാറി പോകരുത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വ്യക്തമായി പറഞ്ഞിരിക്കുക, മാനസാന്തരം പുതുക്കാൻ കഴിവുള്ളതല്ല. അത് ചുട്ടുകളയുക അത്രേ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിത്യ നരകാഗ്നി തള്ളിക്കളയ ദൂതന്മാർക്ക്, പാവം ചെയ്ത ദൂതന്മാർക്ക് തുല്യരാണ്. വിശ്വാസത്തിൽ വന്നിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പിന്മാറിപ്പോയാൽ അവൻ്റെ സ്ഥാനം, അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധി വളരെ വലുതാണ്. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ പാപം ചെയ്ത ദുഷ്ടദൂതർക്ക് തുല്യരായി തീരുകയാണ്. രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നാം ക്രിസ്തുവിന് സദസ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവോ, അതോ പാപം ചെയ്ത ചങ്ങലക്കിട്ടിരിക്കുന്ന ദുഷ്ടദൂതർക്ക് തുല്യരായി തീരാൻ വേണ്ടിയാണോ ഞാനും ഞങ്ങളും ജീവിക്കുന്നത്? രാത്രി ഉത്തരം നമ്മുടെ മനസ്സാക്ഷിയിൽ പറയണം. അത് എനിക്ക് എൻ്റെ കർത്താവിനോട് സദൃശനായി തീരണം. ഒരിക്കലും കർത്താവ് ആ ദുഷ്ടദൂതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടത്. കാരണം മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ദൈവം കൊടുത്തു, എന്നാൽ ദൈവം ദൂതന്മാർക്ക് രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കാത്തതിൻ്റെ കാരണം മനുഷ്യനും
ദൂതന്മാരെയും തമ്മിലുള്ള സൃഷ്ടിയുടെ വ്യത്യാസം കൊണ്ടാണ്. എന്താണ് വ്യത്യാസം? എന്താ? മനുഷ്യൻ അറിയത്തില്ലായിരുന്നു ദൈവത്തെക്കുറിച്ചോ ദൈവികാര്യങ്ങളെക്കുറിച്ചോ അറിയത്തില്ല. മണ്ണ് കൊണ്ട് ചെയ്ത് സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം മൂക്കി ശ്വാസം ഊതി അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവനെ നിർത്തി. അതല്ലാതെ അവൻ സ്വർഗാസ്വർഗം കണ്ടിരുന്നില്ല, സ്വർഗദൂതഗണങ്ങളെ കണ്ടിരുന്നില്ല. ഇരുളും വെളിച്ചമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ കൂടുതൽ അറിയത്തില്ല. ദൈവനോട് പറഞ്ഞത് അവന് കൂടുതൽ അറിയത്തില്ല. ദൈവം എന്താണെന്നോ സ്വർഗാസ്വർഗം എന്താണെന്നോ ആരും കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്നാൽ ഈ പറയുന്ന സ്വർഗത്തിലുണ്ടായിരുന്ന പർദീസയിലുണ്ടായിരുന്ന ദൂതന്മാരിൽ ലൂസിഫറിന് സ്വർഗാസ്വർഗമുണ്ടെന്നും അവിടെ സിംഹാസനമുണ്ടെന്നും അവിടെ ദൂതന്മാരുണ്ടെന്നും അവിടെ ദൈവം പിതാപുത്ര ദൈവം ഉണ്ടെന്നും എല്ലാം അറിയാമായിരുന്നു. ദൈവത്തെ മറയ്ക്കുന്ന രൂപമായിരുന്നു. അവൻ അറിഞ്ഞിട്ട് പാപം ചെയ്തതുകൊണ്ടാണ് അവന് പിന്നീട് വഴി വീണ്ടും മാനസാന്തര അവസരം കൊടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവനോട് വ്യക്തമായ ദൈവം പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ടാണ് നിത്യ പിടിച്ചപ്പോയതുകൊണ്ട് തള്ളിക്കളയുന്ന ദൈവം പറഞ്ഞത്. അപ്പോൾ അവൻ അറിഞ്ഞിരുന്നു, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു. ദൈവത്തെ മറയ്ക്കുന്നത് കൊണ്ട് അവന് മനുഷ്യൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവന് മാനസാന്തരത്തിന് ഇട കൊടുക്കാതെ അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മണ്ണുകൊണ്ടുണ്ടാക്കി ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ദൈവവിവേകം പരിജ്ഞാനം കൊടുത്തു. ഭൂമിയെ കണ്ടതല്ലാതെ, ഭൂമിയിലെ സൃഷ്ടികളെ കണ്ടതല്ലാതെ ആദം വേറെ ഒന്നും കണ്ടിരുന്നില്ല, ഹവ്വ വേറെ ഒന്നും കണ്ടിരുന്നില്ല. എന്നാൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്നാമത്തെ ആകാശത്തിലെ സൃഷ്ടികളായിരിക്കുന്ന ലൂസിഫറും അവിടെയുള്ള ദൂതന്മാരും അവര് എങ്ങനെയുള്ളവരാ? അവർക്ക് ദൈവം എന്താണെന്ന്, ദൈവത്തിന്റെ ആജ്ഞ എന്താണെന്ന്, ദൈവത്താൽ എന്താണെന്ന് കാര്യങ്ങളെക്കുറിച്ച് ദൂതന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് ക്ഷമ കിട്ടാതെ നിത്യ ശിക്ഷാവധിക്ക് കാരണമായി തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളോട് ദൈവം ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞപ്പോൾ ഞങ്ങളിതെല്ലാം അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനിത് അവസാനിപ്പിക്കാം. നമ്മൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ അറിയുന്നു, കർത്താവെ ഞങ്ങൾക്ക് നരകാഗ്നിയെക്കുറിച്ച് അറിയാം, പാപം ചെയ്തവരെക്കുറിച്ച് അറിയാം, ഒക്കെ ഞങ്ങൾക്കറിയാം. കർത്താവ് ഇതെല്ലാം അറിയാമെന്നിട്ടും നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ കർത്താവ് പറയും നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് കർത്താവ് പറയും. അപ്പം അതുകൊണ്ട് നമ്മുടെ പാപം നിൽക്കുവാൻ ഇടയാകരുത്. ദൈവകൃപയിൽ ആശ്രയിച്ച് പാപം നിൽക്കുന്നവരായിട്ടല്ല, പാപം എന്നേക്കുമായി മായ്ച്ചു കളയപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒക്കെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കും. ഇപ്പം നമ്മൾ ഭയത്തോടെ ജീവിക്കേണ്ടത് നമ്മളിതൊക്കെ അറിഞ്ഞു അല്ലേ? എന്തൊക്കെ അറിഞ്ഞത്? രക്ഷ അറിഞ്ഞു, സ്നാനം അറിഞ്ഞു, കർത്താവോട് ചേരുവാൻ വേണ്ടി സ്നാനപ്പെട്ടു, പിന്നീട് നല്ല വചനം കേട്ടു, വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞാൽ പുതിയ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു, ഇതൊക്കെ ആസ്വദിച്ചു. അതിനുശേഷമായി മറ്റൊരു കാര്യം വന്നപ്പോൾ പിന്മാറിപ്പോയാൽ കർത്താവ് പറഞ്ഞു കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തെ ക്രൂശിക്കുന്നവരായിട്ടല്ല നാം നമ്മുടെ ക്രൂശ് വഹിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുന്നവരായിരിക്കണം. നാം ദൈവത്തെ ക്രൂശിക്കുന്നവരാണോ? അവൻ രോഗാബോധം വരുത്തുന്നവരാണോ? രാത്രിയിൽ അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ലോകാബോധം വരുത്തുന്നവരാകരുത്. നാം കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാകരുത്. അവൻ്റെ മുറിവിന് വീണ്ടും നാം വേദന കൂട്ടുന്നവരാകരുത്. നമ്മെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഓരോ ദിവസം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് കാണുമ്പോൾ അവന് നമ്മെ കാണുവാനുള്ള വാഞ്ചയുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. നമുക്കവനെ കാണുവാൻ ആഗ്രഹമുള്ളതുപോലെ നമ്മുടെ കർത്താവിന് മണവാളൻ നമ്മളെ കാണുവാൻ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ഉള്ള പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗത്തിൽ വരും. ആ ആഗ്രഹത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് പിന്മാറിപ്പോകത്തില്ല, എനിക്കൊരു തെറ്റും പറ്റത്തില്ല എന്നുള്ള അഹങ്കാരമല്ല, മനുഷ്യനാണ്, മൺപൊടികളാണ് എന്നുള്ള ചിന്തയോടുകൂടി ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ച് കർത്താവെ നീ എന്നെ കടാക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം നയിച്ച് കർത്താലോചനകൾ എടുക്കപ്പെടണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച ഭാഗത്തിൻ്റെ പഠനം ഞാൻ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ മനഃപൂർവ്വമായി പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണെങ്കിൽ അവരെ പുനരുത്ഥാനം പ്രാപിച്ചു ഒടുക്കത്തെ നാളിലാണ് അന്ന് മരണമേൽപ്പിച്ചു കൊടുക്കുന്ന മരണത്തിനൊക്കെ പാപം ചെയ്ത ദൈവം ക്ഷമിക്കാത്തവരാണ്. പരിശുദ്ധന്മാർ ക്ഷമിക്കാത്തവർ അന്ന് ദുഷ്ടദൂതന്മാർ കിടക്കുന്ന
ആ നരകാഗ്നിയിലേക്കാണ് അവർ കടന്നു പോകുന്നത്, നരകത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് മരണാനന്തരം ഞാനും നിങ്ങളും വലിയ ശിക്ഷയ്ക്ക് കാരണമായിത്തീരാതെ നമുക്ക് പ്രാപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർഗീയ പരദീസയുടെ മൂന്നാമത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇമ്പകരമായ പ്രത്യാശയോടെ അതിനെ കാത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കും. കർത്താവ് വരികയാണെങ്കിൽ രൂപാന്തരപ്പെടണം. അതല്ലെങ്കിൽ ഈ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പരദീസിലെ മൂന്നാം സ്വർഗം പൗലോസ് എത്തിച്ചേർന്ന സ്വർഗത്തെത്തണം. ഞാനും നിങ്ങളും പിന്മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകം നിന്നെ അംഗീകരിക്കുമായിരിക്കും, നിന്നെ എടുത്തുകൊണ്ട് നടക്കുമായിരിക്കും, സ്ഥാനമാനങ്ങൾ നൽകുമായിരിക്കും, ഡോക്ടറേറ്റ് നൽകുമായിരിക്കും. പക്ഷേ കർത്താവ് പറയും, ഞാൻ നിന്നെ ഉപേക്ഷിച്ചതാ. നീ എന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, നീ എനിക്ക് അപവാദം വരുത്തിയതുകൊണ്ട്, നീ എന്നെ വീണ്ടും ക്രൂശിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണമാകുന്ന നരകത്തിലേക്ക് തള്ളിക്കളയാൻ വേണ്ടി അതിൽ നമ്മുടെ പേരെഴുതപ്പെടുവാനിടയാകരുത്. രാത്രി നമ്മുടെ പേര് ജീവവസ്ത്രത്തിൽ നിന്ന് ദൈവം എഴുതുന്ന ശ്രേഷ്ഠകരമായ പുസ്തകങ്ങളിലേക്ക് എഴുതി കഥ നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി നരകമേൽപ്പിച്ചു കൊടുക്കുന്ന അന്നത്തെ നരകത്തിലുള്ള പുസ്തകത്തിൽ നമ്മുടെ പേര് വരാതിരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ എന്നെ അതിൽ നിന്ന് മായ്ച്ചതിനായി സ്തോത്രം. അല്ല, പാപം ചെയ്ത ദൈവകൃപയെ നഷ്ടപ്പെട്ടു പോയാൽ പാതാളത്തിൽ എഴുതിയിരിക്കുന്നവരുടെ പേരിൽ അത് ആ പുസ്തകത്തിൽ കാണും. അന്ന് തുറക്കുന്ന 3 പുസ്തകങ്ങൾ സമുദ്രമേൽപ്പിച്ചു കൊടുക്കുന്ന നിത്യജീവന യോഗ്യതയുള്ളവർ, അവർ ഭൗമികത്തെ പ്രാപിച്ച് പുതുവാന ഭൂമിയിലേക്ക് പോകാനുള്ളവരാ. രണ്ടാമത് തുറക്കപ്പെടുന്ന പുസ്തകം, അന്ന് തുറക്കപ്പെടുന്നതിൽ രണ്ടാമത്തെ പുസ്തകം പാതാളത്തിലുള്ളവരുടെ ക്രിയകൾ എഴുതിയിരിക്കുന്ന, പാപത്തിന്റെ ലിസ്റ്റുകൾ എഴുതിയിരിക്കുന്ന, പാപത്തിലുള്ളവരുടെ പേര് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന പേരുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ദുഷ്ടദൂതന്മാർ, അതിൻ്റെ പാതാളം ഏൽപ്പിച്ചു കൊടുത്ത ഭൂതാത്മാക്കളും അവിടെ ശരീരത്തോടെ പുനരുത്ഥാനം പ്രാപിച്ച് വെള്ളസിംഹാസനമുമ്പാകെ വരും. മൂന്നാമത് നമ്മൾ കാണുന്നത് നരകമാകുന്ന മരണത്തിൽ പേരെഴുതപ്പെടാനുള്ള കഠിനഭാവം ചെയ്ത മനുഷ്യരുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് കയ്യിൻ്റെ പേരാണ്. പുതിയ നിയമത്തിൽ നമുക്കതിൽ കാണപ്പെടുവാൻ കഴിയുന്ന ഒന്നാമത്തെ പേര് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയുടെ പേരാണ്. 2 പേരുകളെ കുറിച്ച് എനിക്കറിയാം, ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ പറയത്തില്ല, നമുക്കറിയത്തില്ല. നമ്മുടെ പേരതിൽ കാണരുതെന്നാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇന്ന് രാത്രി നമുക്ക് പറയാം, ഹൃദയത്തിൽ പ്രാഗാൽഭ്യമുണ്ട്. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചതുകൊണ്ട് ദൈവം നമ്മളോട് കരുണ കാണിച്ചുകൊണ്ട് രാത്രി പറയാം, ഞാടെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ചു. നമുക്ക് ദിവസങ്ങളിൽ ഇതൊക്കെ മുന്നറിയിപ്പായിട്ട് നൽകുന്നത് നാം അലങ്കരിച്ചോ. നാം ദിവസങ്ങളിൽ ദൈവം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ പേരുകൾ ജീവവസ്ത്രത്തിൽ മാത്രമല്ല, അതിൽ നിന്ന് ശ്രേഷ്ഠകരമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന പടവുകൾ കയറി നാം ആകേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിൻ്റെ പഠനം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ സമുദ്രമേൽപ്പിച്ചു കൊടുക്കുന്നതിൽ ആൾക്കാരുണ്ട്, അത് നിത്യയോഗ്യതയുള്ളവരായിട്ടുള്ളവരാണ്. നമ്മൾ അതിൽ നിന്നായിരുന്നു. എന്നാൽ ഒടുക്കത്തെ നാളിലല്ല നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുന്ന കർത്താവ് വരുമ്പോഴാണ്. അങ്ങനെയുള്ളവരുടെ പേര് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ബാക്കിയുള്ള പുനരുത്ഥാനമുള്ളവരുടെ പേരുള്ള പുസ്തകങ്ങളുണ്ട്. അത് ദൈവം വെച്ചാൽ നമുക്ക് ദൈവം എഴുതുന്ന പുസ്തകങ്ങൾ എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കും. 3 പുസ്തകങ്ങളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ആമുഖം തന്നിട്ടുണ്ടല്ലോ. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെയുള്ളവരുടെ പേരുകളാണ് എഴുതപ്പെടുന്നത്. വെള്ളസിംഹാസനം ഒടുക്കത്തെ നാളിലാണ് അത് തുറക്കപ്പെടുന്നെങ്കിൽ എന്നാണ് പാപികളുടെ പുസ്തകം എഴുതപ്പെട്ടു തുടങ്ങിയത്, കഠിനഭാഗികളുടെ പുസ്തകം എന്നാണ് എഴുതപ്പെട്ടു തുടങ്ങിയത്, എന്നാണത് പൂർത്തീകരിക്കപ്പെടുന്നുള്ളത് ഒരു ചോദ്യമായി കിടക്കട്ടെ. അത് നിങ്ങൾക്കത് ഉത്തരം ലഭിക്കുകയാണെങ്കിൽ എന്നോട് പറയാം. അതല്ലെങ്കിൽ ദൈവം വെച്ചാൽ അന്നത്തെ ക്ലാസ്സിൽ അതൊക്കെ എടുക്കുന്നതായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അതൊരു സീക്രട്ടായിട്ടൊരു മർമ്മമായിട്ട് കിടക്കട്ടെ. മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ലോകസ്ഥാപനം മുതൽ എഴുതപ്പെടുന്നതാണ് ജീവപുസ്തകത്തിലെങ്കിൽ പാതാളത്തിലേക്ക് പോകുന്നവരുടെയും മരണത്തിൽ പോകുന്നവരുടെയും പുസ്തകങ്ങൾ എന്നാണ് എഴുതപ്പെട്ടു തുടങ്ങിയത് എന്നത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത് അത് വ്യാഖ്യാനിച്ചെടുക്കാനുള്ള ദൈവകൃപ എല്ലാവർക്കും നൽകട്ടെ. അത് അറിയാവുന്നെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയാം. എന്നാണ് പാതാളത്തിൽ പോകുന്നവരുടെ പേര് എഴുതി തുടങ്ങിയത് എന്ന് അവസാനിക്കും, നരകത്തിൽ പോകുന്നവരുടെ പേര് എന്നാണ് എഴുതി തുടങ്ങിയത് എന്ന് അവസാനിക്കും എന്ന് മുതൽ പറഞ്ഞാൽ മതി. ഇന്ന ദിവസം എന്നാൽ ഇന്നയാളെന്ന് മുതലല്ല. ഇപ്പം ഞാൻ ലോകസ്ഥാപനം മുതൽ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം നൽകുന്നതായിരിക്കും. എന്നാൽ ലോകസ്ഥാപനം മുതലല്ല പാതാളത്തിലേക്കും
മരണത്തിലേക്കും പോകുന്നവരുടെ പേര് എഴുതി തുടങ്ങിയത്. അത് എഴുതി തുടങ്ങിയത് വ്യത്യസ്തതയുണ്ട്. അതെന്താണെന്നുള്ളത് ഇതുവരെ പഠിച്ച പഠനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ അത് അറിയിക്കാം. യൂട്യൂബിൽ വേണം ഹിൻ്റായിട്ടിടാം. ഇന്നിടത്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അതിൻ്റെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നടന്ന ശേഷമായി സമുദ്രവും പാതാളവും മണ്ണവും ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ അവരുടെ കാര്യങ്ങൾ പുസ്തകങ്ങൾ എഴുതപ്പെട്ടതനുസരിച്ച് നിത്യ യോഗ്യതയുള്ളവർ ഭൗമിക തേജസ് പ്രാപിച്ചവർ മാറ്റപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ബാക്കിയുള്ളവരെ നിത്യനരകാട്ടിലേക്ക് തള്ളിക്കളയുന്നു എന്നുള്ളതുമാണ് നാം ചിന്തിച്ചത്. അപ്പോൾ ഒടുക്കത്തിനുള്ള നടക്കുന്ന മനുഷ്യരുടെ ന്യായവിധിയെക്കുറിച്ചുള്ള ഭാഗം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട്, ഇത്രയും മനസ്സിലായതുകൊണ്ട് തുടർന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മണ്ണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക്ക് രണ്ടാമത്തെ മരണം ജീവവസ്തുവിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ നിത്യനരകാഗ്നിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒടുക്കത്തെ ശത്രുവാകുന്ന മരണം ഉൾപ്പെടെയുള്ളവർ തള്ളപ്പെടുന്നതാണ് രണ്ടാമത്തെ മരണം. അത് നിത്യനരകാഗ്നിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ മരണം നമുക്കറിയാം, അത് ആത്മമരണമാണ് മനുഷ്യനെ സംബന്ധിച്ച്. എന്നാൽ പിശാചുള്ള ബന്ധത്തിൽ അവൻ തെറ്റിപ്പോയതാണ് അവനതിൻ്റെ ഉറവിടം. മനുഷ്യരുടെ ബന്ധത്തിൽ ഒന്നാമത്തെ മരണം സംഭവിക്കുന്നത് ആത്മമരണമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടും ദൈവം ഭൂമിയിൽ ജീവിപ്പാനുവാദം തന്നു. അങ്ങനെ ഭൂമിയെ ജീവിച്ചപ്പോൾ ഒന്നാമത്തെ മരിച്ചുപോയ ആദത്തെയും ഹവയും പിടിച്ച് നിത്യനരകത്തെയും തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ മണ്ണം തള്ളിക്കളഞ്ഞില്ല. ഒന്നാമത്തെ മരണത്തിൽ നിന്ന് ഒന്നാമത്തെ ആദാം പാപം ചെയ്തെങ്കിൽ ഒടുക്കത്തെ ആദാം വന്ന് നമ്മുടെ പാപത്തെ മാറ്റി, പാപത്തെ നീക്കി. നമ്മുടെ ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ ശരീരത്തോടുകൂടി ദേഹിയും കൊന്നിട്ട് നിത്യനരകാഗ്നിയിൽ തള്ളിക്കളയുന്നതിനെയാണ് ഈ അന്ത്യന്യായവിധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷ ബന്ധത്തിൽ അങ്ങനെ തള്ളപ്പെടുന്നുണ്ട്. ദേഹത്തെ എന്തെങ്കിലും കൊല്ലുക എന്നതിൻ്റെ അർത്ഥം ദൈവം തള്ളിക്കളഞ്ഞു, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയി. എതിർക്രിസ്തുവും കള്ളപ്രവാചകൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. അവരുടെ ദേഹം വേർപെട്ടു പോയി, അവരുടെ ജീവൻ വേർപെട്ടു പോയി. ദേഹത്തെയും ദേഹിയും എന്നേക്കുമായി നിത്യനരകത്തിൽ രണ്ടാമത്തെ മരണം എന്നുള്ളത് എന്നേക്കുമുള്ള വേർപാടിനെയാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. എന്നാൽ ആദം ഹവയും ഒന്നാമത്തെ മണ്ണിലകപ്പെട്ടപ്പോൾ അവരുടെ ദേഹിയും ദൈവത്തിൽ നകന്നു പോയി. ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജീവനെ ദൈവം മടക്കി വരുത്തി കഴിയുമ്പോൾ ശരീരത്തോടു കൂടി ദൈവത്തോട് ചേരുവാൻ ഭാഗ്യമുണ്ട്. അങ്ങനെയുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ തേജസ് പ്രാപിക്കും. ഭൗമിക തേജസ് പ്രാപിക്കുന്നവർ അവർ ജീവൻ പ്രാപിച്ചവരായിട്ടാണ് ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ തേജസ് പ്രാപിക്കുന്നവർ ദൈവത്തോടു കൂടി നിത്യം വസിക്കുവാനും വാഴുവാനും ഒക്കെയുള്ള ഭാഗ്യമുള്ളവരാണ്. ആ പദവി ലഭിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് ഈ പറയുന്ന ആകാശവും ഭൂമിയും കത്തി അഴിഞ്ഞ് മുമ്പായി പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കാണുന്നതിനെ കുറിച്ചാണ്. വെളിപ്പാട് 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തി, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഓടിപ്പോയതായിട്ട് 20-ാം അധ്യായത്തിൽ നാം വായിച്ചു. എന്നാൽ ഇവിടെ പറയുമ്പോൾ 1-ാം അധ്യായം പറയുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളിൽ ഒന്നിനോ മാറ്റം സംഭവിക്കുകയില്ല. കർത്താവ് പറഞ്ഞ വചനം നിവൃത്തീകരിക്കപ്പെടുന്നത് വെളിപ്പാട് 21-ാം അധ്യായത്തിലാണ്. പിന്നെ പറയാണ് സമുദ്രവും ഇനി ഇല്ല. അതിൻ്റെ അർത്ഥം ഈ ആകാശവും ഭൂമിയും ഓടിപ്പോകുന്ന ബന്ധത്തിൽ ഒഴിഞ്ഞു പോകുമ്പോൾ അത് മാത്രമല്ല, സമുദ്രത്തിലാണ്
മീതെയാണ് ദൈവം സിംഹാസനം വയ്ക്കുന്നത്, ആ സമുദ്രവും നഷ്ടപ്പെടും, അതും ഇല്ലാതായിത്തീരും. വീണ്ടും ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിക്ക് പകരമായി പുതിയ ആകാശവും പുതിയ ഭൂമിയെ വെളിപ്പെടുന്നുള്ളൂ. സമുദ്രം പിന്നീട് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിൽ ഒടുക്കത്തെ നാളിൽ കത്തിയെഴിയപ്പെടുന്നതോടുകൂടി ഒന്നാമത്തെ ഭൂമിയും ഒന്നാമത്തെ ആകാശവും സമുദ്രവും ഇല്ലാതായിത്തീരും. വീണ്ടും പുതിയ ആകാശ പുതിയ ഭൂമിയിൽ സമുദ്രമില്ല എന്നുള്ളതാണ് രേഖ. അതുകൊണ്ടാണ് സമുദ്രം അവസാനമായി കത്തി അഴിയപ്പെടുന്നത്. പിന്നീട് അതിൻ്റെ ആവശ്യമില്ല. അതോടുകൂടി അതും ഇല്ലാതായിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. 24 വാക്യം. നമ്മളിത് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനം നമുക്ക് നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് നാം കാണുന്ന ആകാശവും ഭൂമിയും എന്നതിനപ്പുറമായി വിവിധ കാലഘട്ടങ്ങളിലുള്ള ആകാശഭൂമിയെക്കുറിച്ചുള്ള ഏകദേശമായിരിക്കുന്ന ഒരു ധാരണ പുതിയ ആകാശ പുതിയ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി ഉണ്ടായിരിക്കുന്നത് ഒരു വേദ പഠിതാവിന് എപ്പോഴും നല്ലതാണ്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ആകാശഭൂമിയെ മാത്രം കണ്ടുകൊണ്ട് ഇത് കഴിഞ്ഞു പോകുന്നു എന്നുള്ള ചിന്തയല്ല വേണ്ടിയത്. അപ്പോൾ എന്താണ് ദൈവം സൃഷ്ടിച്ചിരുന്ന ഭൂമി, അതിനൊക്കെ വരുന്ന മാറ്റങ്ങൾ എപ്പോഴാണ്, എന്നൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ഏകദേശമായൊരു ധാരണ ഉണ്ടാകണം. അത് ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പായി അതിൻ്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഒരു സമ്മറൈസ് ചെയ്ത് ഞാൻ ആ ഭാഗത്ത് വേദത്തിലേക്ക് പൂർത്തീകരിക്കാം. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയെയും കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രാരംഭ വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ശൂന്യതയിൽ നിന്ന് ഉളവാക്കപ്പെട്ട ഒന്നാമത്തെ ആകാശത്തെയും ഒന്നാമത്തെ ഭൂമിയെയും കുറിച്ചുമാണ്. അവയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള യാതൊരു വെളിപ്പെടുത്തലുകളും വേദപുസ്തകം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആദിയിൽ എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന കാലദൈർഘ്യം എത്രയുള്ളതെന്ന് നമുക്ക് ആർക്കും ഗ്രഹിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അതാണ് ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകാരത്തിൽ ഉണ്ടായിരുന്ന ആകാശവും ഭൂമിയും, ലോക ആരംഭത്തിലുണ്ടായിരുന്ന പറഞ്ഞാൽ ലോക ആരംഭമല്ല, ലോകസ്ഥാപനത്തിലുണ്ടായിരുന്ന ആകാശവും ഭൂമി, ലോകസ്ഥാപനത്തിലുണ്ടായിരുന്ന ആകാശവും ഭൂമിയുമാണ്. അഥവാ ലോകാരംഭം എന്ന് പറയാൻ ലോകസ്ഥാപനത്തിലുണ്ടായിരുന്ന ആകാശവും ഭൂമി. ലോകസ്ഥാപനത്തിലുണ്ടായിരുന്ന ഭൂമി എന്ന് പറയുമ്പോൾ അത് പാഴ്ശൂന്യമായി തീർന്ന ഒന്നാമത്തെ ഭൂമിയെ ദൈവം രൂപപ്പെടുത്തിയെടുത്തതാണ് ലോക സ്ഥാപനത്തിലുണ്ടായ ആകാശവും ഭൂമി. ലോകസ്ഥാപനത്തിലുണ്ടായ ആകാശവും ഭൂമിയും. അപ്പോൾ ഒന്നാമത്തെ ആകാശം എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നവരെയും മനോഹരമായിരുന്നു, പാപമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒന്നാമത്തെ ഭൂമി സൃഷ്ടിക്കപ്പെട്ട ശേഷമായി ഒന്നാമത്തെ ആകാശത്തിൽ ലൂസിഫർ അവനെ ഹൃദയത്തിൽ അലങ്കരിച്ച് തെറ്റിപ്പോയി. ഇരുൾ അവിടെ ഉണ്ടായി. അവിടെയാണ് ഉത്ഭവം ഉണ്ടാകുന്നത്. അവനെ അവിടുന്ന് വെട്ടി താഴെയിട്ടതാണ് ഒന്നാമത്തെ ഭൂമിയിലേക്ക് വന്നത്. അതോടുകൂടി അത് പാഴ്ശൂന്യമായി തീർന്നു. എന്നാൽ കർത്താവ് അതിനെ വീണ്ടും അതിൻ്റെ പാഴ്ശൂന്യം മാറ്റി വീണ്ടും അതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അതിനെ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര നാള് ഈ ഒന്നാമത്തെ ഭൂമി പാഴ്ശൂന്യമായി കിടന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. അതിനെ കർത്താവ് വീണ്ടും അതിനെ ദൈവം പുനഃസ്ഥാപിച്ചെടുത്തു. ഒന്നാമത്തെ ഭൂമിയെ, പാഴ്ശൂന്യമായ ഭൂമിയെ കർത്താവ് മാറ്റിയെടുത്തതാണ് പറഞ്ഞിരുന്നു. അതാണ് നോഗയുടെ പ്രളയത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പുരാതന ലോകത്തെ ആകാശവും ഭൂമിയും. അതിൻ്റെ ഉൽപ്പത്തി വിവരണമാണ് അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുമ്പോൾ ഈ പറയുന്ന ഇതും ലോകസ്ഥാപനത്തിലുള്ള ഭൂമിയും ലോകാരംഭത്തിലുള്ള ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ ലോകാരംഭത്തിലുണ്ടായ ഭൂമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പഠനം പഠിച്ചു വരുമ്പോൾ അല്പം കൂടിയൊക്കെ മാറ്റം വരും. അപ്പം അത് സ്വാഭാവികമാണ്. ഞാൻ അന്ന് ചിന്തിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് കൂടുതലായിട്ട് വരികയുള്ളൂ. ഒരിക്കലും തെറ്റാന്നല്ല പറയുന്നത്. ഇവിടെ ഞാൻ അന്ന് എഴുതപ്പെട്ട ലോകാരംഭത്തിലുണ്ടായിരുന്ന ആകാശഭൂമിയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ലോകസ്ഥാപനത്തിലുണ്ടായിരുന്ന ഭൂമിയും ലോകാരംഭത്തിലുണ്ടായ ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകസ്ഥാപനത്തിലുണ്ടായ ഭൂമിയിൽ മനുഷ്യൻ നീതിമാനായിരുന്നു, മുള്ളും ഞെരിഞ്ഞിലും ഉണ്ടായിരുന്നില്ല. അന്ന് ഏദൻ തോട്ടം തുറക്കപ്പെട്ട് കിടന്നിരുന്നു. എന്നാൽ ലോകാരംഭത്തിലുണ്ടായ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് പുരാതന ലോകത്തെ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് മുള്ളും ഞെരിഞ്ഞിലുമൊക്കെ ഉണ്ടായി. ആകെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ആദമും ഹവ്വയും മാത്രമായിരുന്നില്ല, മനുഷ്യൻ വർദ്ധിച്ചു പെരുകി. അതാണ് പ്രത്യേകമായിരിക്കുന്ന ലോകാരംഭത്തിലെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമായി അന്നത്തെ ഭൂമിയെ ദൈവം നോഗയുടെ സമയത്ത് വെള്ളം കൊണ്ട് ന്യായം വിധിച്ച് ഇല്ലായ്മ ചെയ്തു എന്നുള്ളത് കാണുന്നു.
പിന്നീട് കാണുന്നത് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയുമാണ്. പ്രളയത്തിന് ശേഷമുള്ളതാണ്. കാലദൈർഘ്യം നമുക്ക് കണിച്ചെടുക്കാൻ കഴിയുന്നു. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷമുള്ള ആകാശത്തിലും ഭൂമിയിലുമാണ് നാം ഇപ്പോൾ അധിവസിക്കുന്നത്. നോഹയുടെ കാലം മുതലുള്ള കാലം നമുക്കറിയാം. ആ കാലഗണനയെക്കുറിച്ചുള്ള നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്തുള്ള ആകാശവും ഭൂമിയും, എതിർക്രിസ്തു എന്ന ശൂന്യമാക്കുന്നതിന് 3.5 വർഷത്തെ ഭരണകാലയളവിൽ ദൈവകോപം ചൊരിയപ്പെടുമ്പോൾ ഇന്ന് കാണുന്ന ആകാശം വന്ന് പുസ്തകച്ചുരുൾ ചൂട്ടുന്നത് പോലെ ഇവിടെ നിന്ന് ചൂട്ടപ്പെടുന്നു. അതുപോലെ ഭൂമിയിൽ നിന്ന് 3 രക്തം കലർന്ന കൽമഴയിലും തീയിലും വെന്തുപോവുകയും ചെയ്യുന്നു. 7-ാം ക്രോധകലശത്തിൽ സകല ദ്വീപുകളും ദൂരേക്ക് ഓടിപ്പോവുകയും മലകൾ കാണാനില്ലാതെയും ചെയ്തു. ഇപ്പോഴത്തെ ഭൂമിക്ക് മാറ്റങ്ങളുണ്ടാകും എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിലെ 3.5 വർഷത്തിൽ സമയത്തിൽ. സഹസ്രാബ്ദ വാഴ്ചയിലെ ആകാശം ഭൂമി എന്ന് പറയുമ്പോൾ മനുഷ്യവാസത്തിന് അനുയോജ്യമായ നിലവാരത്തിലേക്ക് അന്നത്തെ ആകാശം ഭൂമിയും മാറ്റപ്പെടുന്നു. അനുഗ്രഹീതമായ ആകാശ ഭൂമിയിലാണ് കർത്താവ് 1000 ആണ്ട് ഇവിടെ വാഴുന്നത്. അന്ന് അത് ഒന്നാമത്തെ ആകാശത്തിന് 1-ാമത്തെ ഭൂമിക്ക് ഏകദേശം സമാനമായിരിക്കും. അതാണ് പൊതുവാനുഭവം പ്രത്യക്ഷത്തിന് മുമ്പ് ഒടുക്കത്തെ നാളിൽ ദൈവത്തിന് മൃദുവിലേക്ക് ഓടിപ്പോയി മൂലപദാർത്ഥ അന്നത്തെ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ സൂര്യൻ്റെ പ്രകാശം 7 പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെയും അന്നത്തെ രാത്രി സൂര്യൻ്റെ പ്രകാശം പോലെയായിരിക്കും. ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയായിരിക്കും. ഇപ്പോഴത്തെ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന കാലാവസ്ഥയായിരിക്കും ഈ പറയുന്ന 1000 ആണ്ട് വാഴ്ച ഉണ്ടായിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പിന്നീട് 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ്. ദൈവിക നിത്യതി മനുഷ്യനോടുള്ള ദൈവത്തിലുള്ള ബന്ധത്തിലെ വെളിപ്പെടുവാനുള്ള നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയുമാണിത്. അപ്പം ഇത്രയുമാണ് 6 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ സാധിക്കുന്നു. 1, ഒന്നാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമി. 2, ലോകസ്ഥാപനത്തിലെ ആകാശവും ഭൂമി. 3, ലോക ആരംഭത്തിലുണ്ടായിരുന്ന ആകാശവും ഭൂമി. 4, ഇപ്പോഴത്തെ ആകാശവും ഭൂമി. 5, എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്തുള്ള ആകാശവും ഭൂമിയും. 6, സഹസ്രാബ്ദ വാഴ്ചയിലെ ആകാശവും ഭൂമിയും. 7, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതേക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാകണം. അപ്പോൾ ഒടുക്കത്തെ നാളിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ആർക്കും കാണുവാൻ കഴിയാത്ത പുതിയതിലേക്ക് ഓടിപ്പോകുന്നതിനെ കുറിച്ച് നാം പഠിച്ചു. അവയിൽ അന്ന് വരെ ഉറങ്ങിക്കിടന്ന സകല മനുഷ്യരും ഒടുക്കത്തെ നാളിൽ ഉണർത്തപ്പെടുകയും പുനരുത്ഥാന ശരീരങ്ങളോട് ദൈവസ്ഥനിൽ അവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഭൂമിയും ആകാശവും കർത്തൃസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നത്. മരണം, പാതാളം, സമുദ്രം എന്നീ മണ്ണകൾ ഉൾപ്പെടെയുള്ള പുനരുത്ഥാനം ഒടുക്കത്താണ് പൂർത്തീകരിക്കപ്പെടുന്നതോടെ അവയെ ശൂന്യമാക്കപ്പെടുകയും ഇപ്പോഴത്തെ ആകാശഭൂമിയോടൊപ്പം മൂലപദാർത്ഥം കത്തിയഴിഞ്ഞ് സമുദ്രവും ഇല്ലാതായി തീരുകയുമാണ് ചെയ്യുന്നത്. ഈ പ്രവചനങ്ങളൊക്കെ നിവൃത്തീകരിക്കപ്പെടുമെന്ന് നിരവധി പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില പ്രവചന ഭാഗങ്ങൾ ഞാൻ വായിക്കാം. സങ്കീർത്തനം 102:26 അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെല്ലാം മാറിപ്പോവുകയും ചെയ്യും. ഇബ്രായർ 1:10-11 കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. ഇവയെല്ലാം നിവൃത്തീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 10-13 വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഭൂമിയൊക്കെയും കഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുടുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്ത് നിങ്ങൾ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കത്തി അഴിയപ്പെടുമെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം കത്തി അഴിയപ്പെടുമ്പോൾ ആകാശം ഭൂമിയെ സാക്ഷി ദൈവം വിളിച്ച് വെളിപ്പെടുത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അന്ന് കർത്താവിന്റെ മഹത്വ പ്രതീക്ഷയിൽ അത് സാക്ഷ്യം പറയും. എന്നാൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് അനുസരിച്ചാണ് ആകാശഭൂമിയും ഓടിപ്പോകുമ്പോൾ വെള്ളസിംഹാസനം ന്യായവിധി ഉണ്ടാകുന്നത്. ഇതെല്ലാം തീർന്നു പോകുമെന്നാൽ ഒരിക്കലും തീർന്നു പോകാത്ത ഒരു സ്ഥലം, 2 സ്ഥലങ്ങൾ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി മാറിപ്പോകത്തില്ല, നിത്യനരകാഗ്നിയും എന്നേക്കുമുള്ളതാണ്. പുതിയ ആകാശവും പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന വ്യക്തമായ വിശദീകരണമാണ്
പത്രോപുസ്തകം നൽകിയിരിക്കുന്നത്. പിന്നെ രാത്രിയിൽ ഇത് പറയുമ്പോൾ ഈ ഭൂമിയും ആകാശവും സമുദ്രവും എല്ലാം ചുട്ടഴിയപ്പെടുന്നതോടെ നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ അവിടേക്ക് പ്രവേശിക്കപ്പെടാനുള്ളവരായിരിക്കുന്ന ഒന്നാമത്തെ ആകാശത്തിൽ ശേഷിച്ചിരിക്കുന്ന തെറ്റിപ്പോകാത്ത ദൂതന്മാരെ നമുക്കറിയാം. 1 വശീകരിച്ച് താഴെയിടും, 2 ശേഷിച്ചിരിക്കും. അവരെ ദൈവം എവിടെ വിടുന്നു എന്നുള്ള തെളിവ് നമുക്ക് വേണമല്ലോ. അവരെ ദൈവം പുതുവാന ഭൂമിയിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത്. അവരെ പുതുവാമിലെ ഭൂമിയിലേക്ക് പ്രവേശിക്കും. ഒന്നാമത്തെ ആകാശം കത്തി, നിങ്ങൾക്ക് അതിന് ഉത്തരമുണ്ടായിരിക്കണം. പുതിയ ആകാശം പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനു മുമ്പായി ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും കത്തി കഴിയപ്പെടുമ്പോൾ ആകാശം ഉണ്ടായിരുന്ന സൃഷ്ടി എവിടെ പോകുന്നത് ചോദിച്ചാൽ അവര് ദൂതന്മാരാണ്. അവരോട് തുല്യരായിട്ടുള്ള മനുഷ്യരായിട്ടാണ് ഭൗമിക ദേശം പ്രാപിക്കുന്നവർ പുതുവാനുഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. അപ്പോൾ അത് യാതൊരു അനീതിയോ അശുദ്ധിയോ പുതുവാനുഭൂമി കാണുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, അന്ന് നടക്കുന്ന അഞ്ചാമത്തെ കാര്യം അവരെ അതിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. ഒടുക്കത്തെ 4 സംഭവം 7 കാര്യങ്ങൾ അഞ്ചാമത്തെ കാര്യമാണ്. പുതുവാനുഭൂമി പ്രത്യക്ഷപ്പെടുകയും ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഇല്ലാതാകുകയും ചെയ്യുന്നു. ഭൗമികദേശ പ്രാപിക്കുന്ന ദൂതുല്യരായ നീതിമാന്മാരായവർ നിത്യതയിൽ വാഴുവാനായി പ്രവേശിക്കപ്പെടുന്നത് ആകാശവാസികളായ ദൂതന്മാരോടൊപ്പം പുതുവാന ഭൂമിയിലാകുന്നു. അപ്പോൾ അഞ്ചാമത്തെ സംഭവമായി നടക്കുന്നത് ഒടുക്കത്തെ നാളിലെ മരിച്ചവരുടെ അന്ത്യന്യായവിധി കഴിഞ്ഞാൽ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുന്നത് ആരാണ്? പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, അതുപോലെ നരകമാകുന്ന മരണം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ. അവരെ നിത്യനരകത്ത് തള്ളിക്കളയും. എന്നാൽ നിത്യനരകത്ത് തള്ളിക്കളയാതെ ജീവവസ്തുത്തിൽ പേരുള്ളവർ, സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, അതുപോലെ ഒന്നാമത്തെ ആകാശത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ശിക്ഷിച്ചിരിക്കുന്ന 2 ദൂതന്മാരെയും ഇവരെ ഉൾപ്പെടുന്നവരെ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്കാണ് പ്രവേശിപ്പിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ സംഭവം നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. അത് ഇപ്രകാരമാണ്. ഒടുക്കത്തെ നാളിൽ ആറാമത്തെ സംഭവം നടക്കുന്നത് രാജ്യം പിതാവാം ദൈവത്തെ ഫലമേൽപ്പിക്കുക എന്നതാകുന്നു. അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ ആകാശമോ ഒന്നാമത്തെ ഭൂമി പഴയതെല്ലാം കഴിഞ്ഞുപോയി. സകലത്തെയും പുതുതാക്കുന്ന കഥ. പുതിയ ആകാശ പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുകയും അവിടേക്ക് ഭൗമികതയെ പ്രാപിക്കുന്ന ദൂതതുല്യരായിരിക്കുന്ന മനുഷ്യരും ഒന്നാമത്തെ ആകാശത്തിൽ തെറ്റിപ്പോകാതെ സാത്താന്റെ വശീകരണത്തിൽപ്പെട്ടു പോകാതെ ശിക്ഷിച്ചിരുന്ന 2 ദൂതന്മാരും ഉൾപ്പെടുന്നവർ, അതുപോലെ അവരാണ് ഈ പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് സ്ഥാപിതമാക്കി കഴിയുമ്പോഴാണ് ഇത് സ്വർഗരാജ്യമായി മാറ്റപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിന്റെ പൂർണ്ണതയിൽ പ്രവൃത്തിപഥത്തിലാകുന്നത് ഈ പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അപ്പോൾ ഇത് പൂർത്തീകരിക്കപ്പെടുകയാണ്. 1000 ആണ്ട് വാഴ്ചയില്ലാതെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നില്ല എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത സ്വർഗത്തിലെ പോലെ ഒരു അവസ്ഥ ഈ ലോകത്തിൽ ഇപ്പോഴത്തെ ആകാശഭൂമിയിൽ സാധ്യമല്ല. എന്നാൽ അത് സാധ്യമാകുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അതിന്റെ പൂർണ്ണതയിൽ ആയിത്തീരുന്നത് പുതുവാന ഭൂമിയിലാകുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ച് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവരാജ്യത്തിൽ അതാകുന്നില്ല. 1000 ആണ്ട് വാഴ്ചയിൽ മരണമുണ്ട്, സ്വർഗത്തിൽ മരണമില്ല. ഇവിടെ ബോഷ്കുണ്ട്, ഇവിടെ മരണമുണ്ട്, ചതിവുണ്ട്, ഇരുളുണ്ട്, ഭൂതാത്മാക്കളുണ്ട്, ദുഷ്ടദൂതന്മാരുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ഇവയൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത് ഒടുക്കത്തെ നാൾ കഴിഞ്ഞിട്ട്, ഒടുക്കത്തെ നാളിൽ അത് നിവൃത്തീകരിക്കപ്പെടുന്ന പുതിയ ആകാശ പുതിയ ഭൂമി സ്ഥാപിതമായി കഴിയുമ്പോൾ അവിടേക്ക് പ്രവേശിക്കപ്പെടുമ്പോഴാണ് സ്വർഗരാജ്യം അക്ഷരികമായി വെളിപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത തീം സബ്ജക്റ്റ് അതായിരുന്നു. ദൈവരാജ്യം, സ്വർഗരാജ്യം, പുതിയ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്.
ദൈവരാജ്യം സ്വർഗരാജ്യം നമ്മൾ വ്യത്യാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സ്വർഗരാജ്യം എന്നുള്ളത് ഇതുവരെയും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 15-ാം അധ്യായം 24-27 വാക്യങ്ങൾ വായിച്ച് പിതാവാം ദൈവത്തെ ഈ സ്വർഗരാജ്യം പരമേൽപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന അത് പൂർത്തീകരിച്ച് സ്വർഗരാജ്യമാക്കി തീർത്ത കുഞ്ഞാടാം ദൈവനോടുകൂടെ വന്നവരും പിതാവാം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. 15-ാം അധ്യായം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തും. ഇപ്പം അനുസരണക്കേടിന്റെ അധികാരം, ഇപ്പം ശക്തി ഇരുളിന്റെ ശക്തി, വാഴ്ച എന്ന് പറയുമ്പോൾ ദുഷ്ടവാഴ്ച, ഇതെല്ലാം നീക്കും. ദുഷ്ടവാഴ്ച നമുക്കറിയാം, ആകാശത്തിന് അനുസരിക്കേണ്ട വാഴ്ച, ദുഷ്ടദൂതന്മാരുടെ വാഴ്ചയുണ്ട്, ഭൂതാത്മാക്കളുടെ വാഴ്ചയുണ്ട്, അതെല്ലാം മാറ്റപ്പെടും. അധികാരം, അനുസരണക്കേടിന്റെ അധികാരം, പൈശാചിക അനുസരണക്കേണ്ട അധികാരമുണ്ട്. അതുപോലെ അതിന്റെ ശക്തി, ഇരുളിന്റെ ശക്തിയുണ്ട്. ഇതെല്ലാം നീക്കും. മരണത്തിന്റെ ശക്തിയെ ദൈവം നീക്കം വരുത്തിയ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പോൾ അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കിയിട്ട് വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അവൻ സകല ശക്തി നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും എന്ന വചനത്തെ അടിസ്ഥാനമാക്കിയാണ് സ്വർഗാസ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ കുഞ്ഞാടും മണവാളനും മണവാട്ടിയും പരിവാരങ്ങളും കൂടി ഇറങ്ങി വന്ന ശേഷമായി ഇവിടെ ചെയ്യാനുള്ള സകല കാര്യങ്ങളും 1000 വർഷവും ചില ദിവസങ്ങളും കൊണ്ട് പൂർത്തീകരിച്ച ശേഷമായി പുതിയ ആകാശ പുതിയ ഭൂമി ദൈവപുത്രന്റെ വചനത്താൽ സ്ഥാപിതമാക്കപ്പെടുമ്പോൾ അന്ന് ഞാനും നിങ്ങളും അവൻ പ്രഖ്യാപിക്കുന്ന വചനത്തോടു കൂടെ കാണും. 1ാമത്തെ ആകാശം ഉളവായപ്പോൾ, 1ാമത്തെ ഭൂമി ഉളവാകാൻ പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ അവനോട് കൂടി ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ സൃഷ്ടിതാവാം വചനമാം ദൈവത്തോടു കൂടെ ഞാനും നിങ്ങളും ചേർന്നിരിക്കും. 1ാമത്തെ ആകാശവും 1ാമത്തെ ഭൂമി കത്തിയഴിയപ്പെടുക എന്ന് പറയുമ്പോഴും, അതുപോലെ പുതിയ ആകാശ പുതിയ ഭൂമി വചനത്താൽ സ്ഥാപിതമാക്കപ്പെടുമ്പോഴും ഞാനും നിങ്ങളും വചനമാകുന്ന ദൈവത്തോട് കൂടെ ഉണ്ടാകും. എത്ര മഹത്തരമായ പദവിയാണ് ദൈവമക്കളാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുവാൻ വേണ്ടി അവനോടുകൂടെ വന്ന സകല വിശുദ്ധന്മാരും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളത് അത് ദൈവ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് അവന്റെ പ്രവൃത്തിയെല്ലാം തികച്ച് ഇതിനെ സ്വർഗരാജ്യമാക്കി, അതേ നീതി വസിക്കുന്ന, ഒരു പാപമില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ഒരു പ്രയാസങ്ങളുമില്ലാത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിതമാക്കിയതിനു ശേഷമായി ഒടുക്കത്തെ നാളിൽ കഥാവായി യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അതിനോടനുബന്ധമായി ഉണ്ടാക്കാനുള്ള ദിവസം പ്രത്യക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കഥാവാൻ ദൈവത്തെ എതിരേക്കാൻ പോകുന്നതിന് മുമ്പായി ഒടുക്കത്തെ ഈ പറയുന്ന ഒടുക്കത്തെ നാൾ അപ്രത്യക്ഷമാകുകയും പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നതോടുകൂടി ഉണ്ടാക്കാനുള്ള ദിവസം പ്രത്യക്ഷപ്പെടുന്നു. അന്നാണ് അവനോടുകൂടി ഇറങ്ങി വന്ന സകല വിശുദ്ധന്മാരും ഉണ്ടാക്കാനുള്ള ദിവസത്തെ ഇവിടെ സൃഷ്ടിക്കും. പൊതുവാന ഭൂമി ഉണ്ടാക്കും. അന്ന് അവിടേക്ക് പ്രവേശിക്കപ്പെടുന്ന ദൂതതുല്യരായ മനുഷ്യരും 1ാമത്തെ ആകാശം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവിടുന്ന് പൊതുവാന ഭൂമിയിലേക്ക് ദൂതന്മാരും ഭൂമിയിൽ ഉണ്ടായിരിക്കും. ആ സ്വർഗരാജ്യത്തെയാണ് പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടി പുത്രനും അവനോട് കൂടെ ഇറങ്ങി വരുന്നതും ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്നത് ഉണ്ടാക്കാനുള്ള ദിവസം പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ഒടുക്കത്തെ നാൾ പ്രവൃത്തി 7 ദിവസത്തെ പ്രവൃത്തികൾ 7 സംഭവങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ദൈവം വെച്ചാൽ നാളെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. പുതിയ ആകാശ പുതിയ ഭൂമി പുതിയ വിഷയം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു. ദൈവം വെച്ചാൽ 21, 22 അധ്യായങ്ങൾ പൂർത്തീകരിപ്പാൻ ദൈവത്തിന്റെ പരിശ്രമം നമുക്ക് തുണ ചെയ്യട്ടെ. ഇതുവരെയും
20 അധ്യായങ്ങളുടെ പൂർത്തീകരണം നമ്മൾ കണ്ടു. 21 അധ്യായത്തിൻ്റെ പ്രാരംഭ വചനവും വ്യാഖ്യാനിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ നാളെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ബാക്കിയുള്ള 2 അധ്യായങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. സങ്കീർണമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാൽ അതേക്കുറിച്ച് വ്യാഖ്യാനിക്കണമെങ്കിൽ നിരവധി ദിവസങ്ങൾ വ്യാഖ്യാനിച്ചാലും തീരത്തില്ല. എങ്കിലും നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന രീതിയിൽ ആ ഭാഗം കൂടി വ്യാഖ്യാനിച്ച് ഈ വെളിപ്പാട് പുസ്തക പഠനം പൂർത്തീകരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വചനത്തിന് വിരാമപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.